S5 അഥവാ 5th സെമസ്റ്ററിന്റെ ഓപ്പൺ കോഴ്സ് ആണ് ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാം ഓറിയന്റഡ് സെഷൻ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പരിചയപ്പെടാം. നമുക്കറിയാം സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേപ്പറാണ് ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്റെ വോയിസും സ്ക്രീനും ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, റെഡി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 60 മാർക്കിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക കേട്ടോ. 60 മാർക്ക്. 2 മണിക്കൂറാണ് എക്സാം. അതൊന്ന് ശ്രദ്ധിക്കണേ. ചില എക്സാം ഒക്കെ 2.5 മണിക്കൂറൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ എക്സാം 2 മണിക്കൂറേ ഉള്ളൂ. അതില് ആദ്യത്തെ സെഷന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതില് 12 ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുക കേട്ടോ. 12 ചോദ്യങ്ങൾ. അടുത്തത് 5 മാർക്കിന്റെ സെഷനാണ്. 5 മാർക്കിന്റെ സെഷൻ. അതില് 6 ചോദ്യങ്ങളാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളത്. 6 ക്വസ്റ്റ്യൻസ് കേട്ടോ. പിന്നുള്ളത് എസ്എ ക്വസ്റ്റ്യൻ ആണ്. അത് 10 മാർക്കിനാണ് വരാറുള്ളത്. അതിൽ 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒന്ന് മാത്രം അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെ 3 സെഷൻ ആയിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി അതിനെങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഞാൻ കറക്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ പാസ് മാർക്ക് നമ്മുടെ ഇന്റേണൽ മാർക്കും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്റേണൽ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന മാർക്കാണ് അതിൽ പാസ് മാർക്കായിട്ട് വരുന്നത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഒരു വൈറ്റ് ബോർഡ് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കറക്റ്റ് നോക്കുക. നമ്മൾ എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് എഴുതേണ്ടത്. 2 മാർക്കിന് അതിൽ ടൈം മാനേജ്മെന്റ് പറയാം കേട്ടോ. 2 മാർക്കിന്റെ 12 ചോദ്യങ്ങൾ നമുക്കുണ്ടാകും. ടോട്ടൽ 24 മാർക്കാണ് കിട്ടുക. അതിൽ സീലിംഗ് എന്ന് പറയുന്നത് 20, അഥവാ 20 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 24 മാർക്കിന് നിങ്ങൾ എഴുതണം. നിർബന്ധമായിട്ടും 12 ചോദ്യം അറ്റൻഡ് ചെയ്യണം. കാരണം എല്ലാ ചോദ്യത്തിനൊന്നും 2 മാർക്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടൂല. കാരണം അത്രയും പെർഫെക്റ്റ് ആൻസർ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 12 ചോദ്യം അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് എവിടെ എത്തുള്ളൂ? 20 എന്ന മാർക്കിൽ എത്തുള്ളൂ. നിർബന്ധമായിട്ടും 12 ചോദ്യം അറ്റൻഡ് ചെയ്യണം. രണ്ടാമത്തെ സെഷനിൽ 6 ചോദ്യമാണ് ഉണ്ടാവുക. ഈ 6 ചോദ്യങ്ങൾക്ക് 5 മാർക്ക് വെച്ചിട്ട് 30 മാർക്ക്. 6 × 5 30 മാർക്ക്. അപ്പോൾ 6 ചോദ്യം നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. ഒരു ചോദ്യത്തിന് 5 മാർക്ക് വെച്ച് 30 മാർക്ക്. മൂന്നാമത്തത് എസ്എ ക്വസ്റ്റ്യൻ ആണ്. 2 ചോദ്യം ഉണ്ടാവും. അതിൽ ഒന്ന് മാത്രം അറ്റൻഡ് ചെയ്യാം. 2 അറ്റൻഡ് ചെയ്തിട്ട് ഒരു കാര്യമല്ല. അതിൽ ഒന്ന് മാത്രമേ വാല്യൂ ചെയ്യുള്ളൂ. ഒന്ന് മാത്രമേ നിങ്ങൾക്ക് മാർക്കിന് പരിഗണിക്കുള്ളൂ. നിങ്ങളിപ്പോ 2 ചോദ്യം അറ്റൻഡ് ചെയ്താൽ ഒരു ചോദ്യം എഴുതുന്നത് അത്രയും സമയം വെറുതെ വേസ്റ്റ് ആണ്. അപ്പൊ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യുക. അതിന് 10 മാർക്ക് വെച്ച് 10 മാർക്ക് കിട്ടും. ടോട്ടൽ 60 മാർക്കിനാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. ഓക്കെ, ഇനി ടൈം ശ്രദ്ധിക്കുക. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 120 മിനിറ്റ് ആണ് നമുക്കുള്ളത് അല്ലെ. അതിലൊരു 20 മിനിറ്റ് നമ്മൾ ഇതിൽ നിന്ന് കളയാം. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാനും അല്ലെ, നിങ്ങളുടെ ഫസ്റ്റത്തെ കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യാനൊക്കെ. അപ്പൊ 100 മിനിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 100 മിനിറ്റ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് 60 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ 100 മിനിറ്റ് കൊണ്ട് 60 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ക്വസ്റ്റ്യന് അല്ലെങ്കിൽ ഒരു മാർക്കിന്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് എത്ര സമയം കിട്ടും? 100 / 60 ചെയ്താൽ മതി. ഏകദേശം ഒരു 1.5 മിനിറ്റ്. നല്ലോണം ശ്രദ്ധിക്കുക. നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടാവണം കേട്ടോ. ഓരോ ചോദ്യം എഴുതുമ്പോഴും കൃത്യമായിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം. കാരണം കുറെ കുട്ടികൾ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, എക്സാം കഴിഞ്ഞു സമയം കിട്ടിയില്ല, കുറെ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. അത് നമ്മുടെ ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നമാണ്. അപ്പോ ഒരു ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ 1.5 മിനിറ്റ്. ഇനി ശ്രദ്ധിച്ചോളിയെ. അപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാണ്. എത്ര സമയം നിങ്ങളുടെ മുമ്പിലുള്ളത്? 2 മാർക്കിന്റെ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ നിങ്ങളുടെ മുമ്പിലുള്ളത് വെറും പറയും എത്ര മിനിറ്റ് ആണ്? 2 മാർക്കിന്റെ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ ഒരു മാർക്കിന് 1.5 മിനിറ്റ്. അപ്പൊ 2 മാർക്കിന് യെസ് 3 മിനിറ്റ്. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ മുമ്പിലുള്ളത് കേട്ടോ. അപ്പൊ 2 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ 3 മിനിറ്റിന്റെ ഉള്ളിൽ എഴുതി തീർക്കണം. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സമയം കിട്ടൂല. ഇനി ഞാൻ ചോദിക്കട്ടെ, അടുത്ത സെഷൻ 5 മാർക്ക് അല്ലേ? 5 മാർക്കിന്റെ ചോദ്യം എഴുതാൻ നിങ്ങളുടെ മുന്നിൽ എത്ര സമയമുണ്ട്? പറയും 5 മാർക്കിന്റെ ചോദ്യം എഴുതാൻ എത്ര സമയമുണ്ട്? 7.5. അതായത് ഒരു 8 മിനിറ്റ് ആയിട്ട് കൂട്ടാം നമുക്ക്. 8 മിനിറ്റ്. ഇനി എസ്എ ക്വസ്റ്റ്യൻ ഒന്ന് മാത്രം അത് അറ്റൻഡ് ചെയ്യാൻ 10 മാർക്കിന്റെ ക്വസ്റ്റ്യന് എത്ര സമയം കിട്ടും? 15 മിനിറ്റ്. 15 മിനിറ്റ് അല്ലെ, മാക്സിമം ഒരു 20 മിനിറ്റ് അതിന്റെ ഉള്ളിൽ അത് തീർക്കണം. ഇപ്പൊ സപ്പോസ് നിങ്ങൾ എസ്എ ക്വസ്റ്റ്യൻ എഴുതാണ്, 15 മിനിറ്റ് ആയി അല്ലെങ്കിൽ 20 മിനിറ്റ് ആയി.
ഇനി നിങ്ങൾക്ക് കുറെ പോയിന്റ് എഴുതാനുണ്ട്. സമയം 20 മിനിറ്റ് ആയി. എഴുതരുത്, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം എന്നറിയോ? കുറച്ച് ഗ്യാപ്പ് ഇടാം, ഒരു ഹാഫ് പേജോ ഒരു പേജൊക്കെ വിടാം. എന്നിട്ട് ബാക്കി എഴുതിയിട്ട് ലാസ്റ്റ് സമയം കിട്ടുകയാണെങ്കിൽ അതിലേക്ക് തിരിച്ചു വന്നിട്ട് ബാക്കി ഫില്ല് ചെയ്യാം. അതല്ല നിങ്ങൾ എസ് എ ക്വസ്റ്റ്യൻ എഴുതാൻ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എടുത്താൽ ബാക്കി ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മിസ്സാവും. അപ്പോ സമയം നമ്മൾ പറഞ്ഞ ആ ഷെഡ്യൂൾ ചെയ്ത സമയം കഴിഞ്ഞാൽ പിന്നെ എഴുതരുത്, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ചെറിയ ഗ്യാപ്പ് ഇടാം, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ലാസ്റ്റ് സമയം കിട്ടുകയാണെങ്കിൽ തിരിച്ചു വന്നിട്ട് അത് എഴുതാം. സപ്പോസ് സമയം കിട്ടിയില്ലെങ്കിലോ ഒരു കുഴപ്പമില്ല, ആ ഭാഗം ജസ്റ്റ് ഒന്ന് പേനായിട്ട് കട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പേജ് ഇഷ്ടംപോലെ എഴുതാനുണ്ട്, ഒരു കുഴപ്പമില്ല അങ്ങനെ ചെയ്യുന്നതുകൊണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്കൊന്നും കുറയൂല. അപ്പൊ എഴുതേണ്ട സമയം കൃത്യമായിട്ട് നോക്കുക, ആ സമയത്തിന്റെ ഉള്ളിൽ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ടൈം മാനേജ്മെന്റ്. അടുത്തൊരു ചോദ്യമാണ് എത്ര എഴുതണം എന്നുള്ളത്. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. 2 മാർക്കിന്റെ ചോദ്യം, ഒരു 3 പോയിന്റ് നിങ്ങൾ പോയിന്റ് ആക്കിയിട്ട് എഴുതാണ്, ഒരു 3 പോയിന്റ് അല്ലെങ്കിൽ ഒരു 2 സെന്റൻസ്. ഒറ്റ വരി മാത്രം എഴുതരുത്, 2 സെന്റൻസ് എങ്കിലും എഴുതണം കേട്ടോ. ചില ആളുകൾ ഈ 2 മാർക്കിന്റെ ചോദ്യം ഹാഫ് പേജ് ഒക്കെ എഴുതുന്നുണ്ട്, ഏറ്റവും വലിയ വിഡിത്തരാണ്. കാരണം നമ്മുടെ മുമ്പിൽ ആകെ 3 മിനിറ്റേ ഉള്ളൂ, ആ 3 മിനിറ്റിന്റെ ഉള്ളിൽ തീർക്കണം നമുക്ക്. അപ്പൊ ഒരു 3 പോയിന്റ് അല്ലെങ്കിൽ ഒരു 2 സെന്റൻസ് അത് എഴുതുക. അതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾ സമയം നോക്കേണ്ടത്. 3 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു 3 സെന്റൻസ് എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ 4 സെന്റൻസ് എഴുതാൻ പറ്റുമോ ചെയ്തോളിയും, കുഴപ്പമില്ല. സമയം ഇമ്പോർട്ടന്റ് ആണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യന് ഒരു പേജ് അഥവാ ഒരു ഷീറ്റിന്റെ ഒരു പുറം കംപ്ലീറ്റ്, അതാണ് അതിന്റെ ഒരു കണക്ക്. അത് മാക്സിമം കേട്ടോ. ഒരു 3/4 പേജ് എഴുതിയാലും 5 മാർക്ക് കൊടുക്കാറുണ്ട് കണ്ടന്റ് ഉണ്ടെങ്കിൽ. അപ്പൊ കണ്ടന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതിനേക്കാൾ അപ്പുറത്ത് 8 മിനിറ്റ് ആ സമയം, അത് നന്നായിട്ട് വാച്ച് ചെയ്യാം. 8 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു 1.5 പേജ് എഴുതാൻ പറ്റുമോ? ഏറ്റവും ഭംഗിയായി, ഒരു കുഴപ്പമില്ല. 8 മിനിറ്റിന്റെ ഉള്ളിൽ 2 പേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഉഷാറായി. സമയമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഒരു പേജാണ് അതിന്റെ ഒരു കണക്കം പറയുന്നത്. ഒരു പേജ് മാക്സിമം ഒരു 3/4 പേജ് ആയാലും കുഴപ്പമില്ല, പക്ഷെ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ആണ് നമുക്ക് എസ് എഴുതാനുള്ള സമയം. അതിലൊരു 2 പേജെങ്കിലും വേണം കേട്ടോ. 2 പേജ് പറഞ്ഞാൽ ഒരു പേജിന്റെ ഒരു ഭാഗം, ആ പേജിന്റെ മറുഭാഗം, അങ്ങനെ 2 പേജെങ്കിലും ഉണ്ടാവണം. അതിനപ്പുറത്ത് സമയം നോക്കുക. അപ്പൊ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു 3 പേജ് എഴുതാൻ പറ്റുമോ? വളരെ ഭംഗിയായി. ഓക്കെ, അപ്പോ എഴുതുന്ന കണ്ടന്റും അതുപോലെ എഴുതുന്ന ക്വാണ്ടിറ്റിയും അത്രയും വേണം, എങ്കിലേ നമുക്ക് എക്സാമിന് മാർക്കും കൂടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ആർക്കാരും ഒന്നും കൂടെ പറയാണ്, 2 മാർക്കിന്റെ ചോദ്യം എഴുതാൻ 3 മിനിറ്റ് 3 പോയിന്റ് അല്ലെങ്കിൽ 2 സെന്റൻസ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതാൻ 8 മിനിറ്റ് ഒരു പേജ് അല്ലെങ്കിൽ ഒരു 3/4 പേജ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതാൻ 20 മിനിറ്റ്, അത് 2 പേജ് മിനിമം. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ട രൂപം കേട്ടോ. അത് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മുടെ ഈ ഒരു ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന പേപ്പറിൽ ഈ 2 മാർക്കിനും 5 മാർക്കിനും 10 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ഇത് നന്നായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. ഒരു പക്ഷേ ഇത് മാത്രം നോക്കിയാൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്, ഒന്ന് ഓടിച്ച് പറയാണ്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് പറയാണ്. 2 മാർക്കിന് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം? ഒന്നാമത്തത്, എന്താണ് ലൈഫ് സ്കിൽ ട്രെയിനിങ്? ഇതിന്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ. ലൈഫ് സ്കിൽ ട്രെയിനിങ് എന്താണ്, അഥവാ ലൈഫ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ട്രെയിനിങ്ങുകളെയാണ് ലൈഫ് സ്കിൽ ട്രെയിനിങ് എന്ന് പറയാ. അതിൽ പെട്ടതാണ് സെൽഫ് അവയർനെസ്. ചോദിച്ചോളൂ. പറഞ്ഞോളൂ. സാർ, ഇത് പറയുന്നതിന് മുമ്പേ എങ്ങനെ എഴുതേണ്ടത് പറഞ്ഞുതരും. അതായത് മലയാളത്തിൽ എഴുതുമ്പോ അതായത് എങ്ങനെ എഴുതേണ്ടത് പറഞ്ഞുതരും. എന്നിട്ട് ഓക്കെ, അതായത് കൃത്യമായിട്ട് കണ്ടന്റ് അതിലുണ്ടാവണം, പോയിന്റ് ഉണ്ടാവണം. പോയിന്റ് വൈസ് ചെയ്തിട്ട് എഴുതാം, പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതാം. ഈ സോഷ്യോളജിയുടെ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ എഴുതാം, മലയാളത്തിൽ എഴുതാം, മിക്സ് ആയിട്ട് എഴുതാം, അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് കംഫർട്ട് ഏതാണോ അതെ ആ രൂപത്തിൽ എഴുതുക. മാക്സിമം ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കുക, അതാണ് ഒന്നുകൂടെ അതിന്റെ ഒരു ഭംഗി. കാരണം ഇതിൽ കുറെ ടേമുകളൊക്കെ ഇംഗ്ലീഷിലെ ടേം നമ്മൾ മലയാളീകരിക്കുമ്പോൾ കുറെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഓക്കെ, മാക്സിമം ഇംഗ്ലീഷ് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അത് പോയിന്റ് വൈസ്, ഞാൻ ഇപ്പം പറയാറുണ്ട്, നമ്മളിങ്ങനെ ഒരേ പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുന്നേക്കാൾ ഒന്നും കൂടെ ബെറ്റർ പോയിന്റ് ആക്കിയിട്ട് എഴുതലാണ്. എന്നാൽ നമുക്ക് കൂടുതൽ പേജ് നടക്കാനും പറ്റും, നോക്കുന്ന വാല്യൂ ചെയ്യുന്ന ആൾക്കും അതൊന്നും കൂടെ കംഫർട്ടാണ്. പിന്നെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ, പറ്റുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയ സാധനങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ സമയത്തിന്റെ ഉള്ളിൽ കേട്ടോ അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരുന്നു. യെസ്. അപ്പോ ചോദ്യം, ലൈഫ് സ്കിൽ ട്രെയിനിങ് നമ്മൾ പറഞ്ഞു, ലൈഫ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ട്രെയിനിങ്ങുകളെയാണ് ലൈഫ് സ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിൽ സെൽഫ് അവയർനെസ്, കമ്മ്യൂണിക്കേഷൻ, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. രണ്ടാമത്തത്
കോമ്പണൻസ് ഓഫ് ലൈഫ് സ്കില്ല്. ഇതൊക്കെ 2 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അതിന്റെ ഉത്തരം ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, അതിൽ വരുന്ന അഥവാ ലൈഫ് സ്കില്ലിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലൈഫ് സ്കില്ലിൽ വരുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ്? സെൽഫ് അവയർനെസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഇമോഷണൽ ഇന്റലിജൻസ്. ഇത് ഓരോന്നും എന്താന്നുള്ളതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2 മാർക്കിന് ചോദിച്ചാൽ ജസ്റ്റ് ഇത് മാത്രം എഴുതിയാൽ മതി. പക്ഷെ 5 മാർക്കൊക്കെ ആണെങ്കിൽ അതൊന്നും കൂടെ എലാബറേറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, അടുത്തത് എന്താണ് സെൽഫ് അവയർനെസ്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിലുണ്ട് സെൽഫ് അവയർനെസ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, വാട്ട് യു മീൻ ബൈ സെൽഫ് അവയർനെസ് എന്നുള്ളത്. ആ വാക്ക് തന്നെ ഉണ്ട്, സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച്, അവെയർ ആവാന്ന് പറഞ്ഞാൽ മനസ്സ്, ഫീലിങ്സ്, നമ്മുടെ തോട്ട്സ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്നും കൂടെ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. സ്ട്രെങ്ത് പറഞ്ഞാൽ എന്താ? നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങൾ. വീക്ക്നെസ് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ്സുകൾ. അതിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ബോധ്യം ഉണ്ടാവുക, മനസ്സിലാക്കുക. അല്ലെ, അപ്പൊ എന്റെ പോസിറ്റീവുകൾ എന്തൊക്കെയാണ്, എന്റെ നെഗറ്റീവുകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതിനെ, ഞാൻ തിരിച്ചറിയുന്നതിനെയാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. അടുത്തത് സെൽഫ് എസ്റ്റീം എന്താണ്? ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് സെൽഫ് എസ്റ്റീം. നോക്കിയേ, ഇത് ഈ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. സെൽഫ് വർത്ത് ആൻഡ് കോൺഫിഡൻസ്, ഇതാണ് അതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. അഥവാ നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുക. എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഒന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ അതിലും ഒരു കോൺഫിഡൻസ് ഉണ്ടായെടുക്കുക. ആ കോൺഫിഡൻസിനെയാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ഇമോഷണൽ കോഷ്യൻസ്, EQ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഒരാളുടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യുക. എന്താ ഇമോഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ സങ്കടം, അല്ലെ, നമ്മുടെ ദുഃഖങ്ങള്, ദേഷ്യം, എല്ലാം ഇമോഷൻസ് ആണ്. ആ ഇമോഷൻസിന് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുക, അതിനെ മനസ്സിലാക്കാൻ പറ്റുക, അതിനെ മാനേജ് ചെയ്യാൻ പറ്റുക, അതാണ് EQ അഥവാ ഇമോഷണൽ കോഷ്യൻസ് എന്ന് പറയുന്നത്. അഥവാ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മാനേജ് അവർ ഇമോഷൻസ്. നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ ദുഃഖം, സങ്കടം, വിഷമം, അല്ലെ, ചില ആളുകൾ വല്ല ദേഷ്യമൊക്കെ വരുമ്പോൾ ആ പൊട്ടി തെറിക്കുന്നുണ്ട്, അവർക്ക് ഇമോഷണൽ കോഷ്യൻസ് കുറവാണെന്നാ പറയാം. അപ്പോ ഇമോഷൻസിനെ മനസ്സിലാക്കുന്നതിനെയാണ് EQ എന്ന് പറയാ. അടുത്തത് എന്താണ്? ഇമോഷണൽ സ്കില്ല്. ഈ EQയും ഈ ഇമോഷണൽ സ്കില്ലും ഒരുമിച്ച് പഠിച്ചാൽ മതി. അത് രണ്ടും ഏകദേശം സെയിം ആണ്. നോക്കിയേ, ടു റെക്കഗ്നൈസ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് അവർ ഇമോഷൻസ്. നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക, അതിനെ കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക, അതാണ് ഇമോഷണൽ സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ EQയും ഇമോഷണൽ സ്കില്ലും ഒരുമിച്ച് പഠിക്കുക കേട്ടോ. അത് രണ്ടും ഏകദേശം സെയിം ആണ്. അടുത്തത് എമ്പതി. ഈ എമ്പതിയും സിമ്പതിയും ഒന്ന് കറക്റ്റ് മനസ്സിലാക്കണം. അതൊക്കെ ചോദിക്കാറുണ്ടതാ, തൊട്ട് താഴെ പറയുന്നുണ്ട്. അത് പറയാം കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ എമ്പതി ആൻഡ് സിമ്പതി. ഇത് 2 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എമ്പതി എന്ന് പറഞ്ഞാൽ, അത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. അല്ലെ, ഇപ്പൊ ഒരാൾ ഒരു ആക്സിഡന്റ് പറ്റി കിടക്കാണ്. സിമ്പതി ഉള്ള ആൾ എന്താ ചെയ്യാറ്? ഓ പാവട്ടോ, അയാള് വീണ് കിടക്കാണ്, അയാൾക്ക് ഒരുപാട് രക്തം പോയിട്ടുണ്ട്, വേദനയ്ക്കുണ്ടാവും, കൈ പൊട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കും. ഒരു പാവം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവും. അതാണ് സിമ്പതിക്കാര് ചെയ്യുക. എന്നാൽ എമ്പതിക്കാർ എന്താ അറിയോ? ഓടിപ്പോയിട്ട് അയാളെ എടുത്ത് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ടത് സിമ്പതിയേക്കാൾ എന്താണ്? എമ്പതിയാണ് വേണ്ടത്. രണ്ടും നമ്മൾ മാറ്റി നോക്കിയേ. ആദ്യം സിമ്പതി പറയാം കേട്ടോ. സിമ്പതി ഈസ് ഫീലിംഗ് സോറി ഫോർ സംവൺ, അല്ലെ, ഒരാൾക്ക് പറ്റിയതിൽ സങ്കടപ്പെടുക, വിഷമിക്കുക, അല്ലെ, അതാണ് സിമ്പതി എന്ന് പറയുന്നത്. എന്നാ എമ്പതിയോ? അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഷെയറിങ് ഫീലിങ്സ്. എമ്പതിക്കാർ എന്ത് ചെയ്യുന്ന അറിയോ? അത് എനിക്കാണ് സംഭവിച്ചെങ്കിൽ, എനിക്കാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് എനിക്കാ വന്നതെങ്കിൽ എന്ന ആലോചനയോടുകൂടെ എന്ത് ചെയ്യും? അവരതിൽ ബിഹേവ് ചെയ്യും, വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അതാണ് എമ്പതി എന്ന് പറഞ്ഞത്. അപ്പൊ സിമ്പതിയേക്കാൾ ഒന്നും കൂടെ സ്ട്രോങ് ആണ് എമ്പതി എന്ന് പറയുന്നത്. അല്ലെ, ഒരു സിമ്പിൾ ആയിട്ട് മറ്റൊരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു കുഴിയിൽ വീണ് കിടക്കാണ്. സിമ്പതിക്കാരനാണ് അത് കാണുമെങ്കിൽ, ഓ പാവട്ടോ, അയാൾ അവിടെ വീണ് കിടക്കാണ്, അല്ലെ, അയാൾ കൈയൊക്കെ എന്താ പറ്റിയിട്ടുണ്ടാവാന്നാവോ, അങ്ങനെ ആലോചിച്ച് വെക്കും. എന്നാൽ എമ്പതിക്കാരനാണ് അവിടെ വരുന്നെങ്കിലോ, വേഗം ഒരു കയറൊക്കെ സംഘടിപ്പിച്ച് അതൊക്കെ ഇട്ട് അയാൾ ആ കുഴിയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ എമ്പതിയും സിമ്പതിയും നമ്മളെ മാറ്റതാണ്. ഇനി നോക്കിയേ, എമ്പതി, വാട്ട് ഈസ് എമ്പതി ചോദിച്ചിട്ടുണ്ട്. Empathy is the ability to understand and share another person's feelings. മറ്റൊരാളുടെ ഫീലിങ്സ്, അല്ലെ, അയാൾക്ക് വന്ന സങ്കടങ്ങൾ അത് മനസ്സിലാക്കാനും അത് സ്വന്തം സങ്കടത്തെ പോലെ ഏറ്റെടുക്കാനും കഴിവിനെയാണ് ആ ഒരു കഴിവിനെയാണ് എമ്പതി എന്ന് പറയാ. സിമ്പതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പാവം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് അയാൾ ആലോചിക്കുക. അടുത്തത് പോസിറ്റീവ് തിങ്കിങ്, അല്ലെ, ഇതൊക്കെ നമുക്ക് ജനറൽ ആയിട്ടും എഴുതാൻ പറ്റുന്ന കാര്യമാണ്. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നല്ല ആസ്പെക്റ്റുകൾ വെച്ചിട്ട് നമ്മളൊരു കാര്യത്തെ ഡീൽ ചെയ്യുക, അല്ലെ.
ആ പോസിറ്റീവ് തിങ്കിങ് ഉള്ള ആൾക്ക് പോസിറ്റീവ് ഔട്ട്കംസ് അല്ലെങ്കിൽ പോസിറ്റീവ് റിസൾട്ടുകളാണ് അയാൾ എപ്പോഴും ഉണ്ടാവുന്നത്. അയാൾ എപ്പോഴും സ്റ്റേ മോട്ടിവേറ്റഡ് അല്ലെ, ഒരു പോസിറ്റീവ് തിങ്കിങ് ഉള്ള ആള് എപ്പോഴും ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് ആയിരിക്കും കാണുക. അടുത്തത് കോപ്പിംഗ് സ്ട്രാറ്റജീസ്, അത് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്തിനുള്ള സ്ട്രാറ്റജി അറിയോ? ടു മാനേജ് സ്ട്രെസ് ആൻഡ് ഡിഫിക്കൽട്ട് ഇമോഷൻസ്. നമ്മുടെ ഇമോഷൻസിനെ സ്ട്രെസ്സിനൊക്കെ മാനേജ് ചെയ്യാനുള്ള കുറെ തന്ത്രങ്ങളുണ്ട്, കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനെ, അത് നമ്മൾ കോപ്പി ചെയ്യുന്നതിനെയാണ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അവിടെ ഓർത്തു വെക്കേണ്ടത് നമ്മുടെ ഇമോഷൻസിനെയും സ്ട്രെസ്സിനെയൊക്കെ മാനേജ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയെ അല്ലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് കോപ്പിംഗ് സ്ട്രാറ്റജി എന്ന് അറിയാം. ഇതൊക്കെ നമ്മളെ ലൈഫ് സ്കില്ലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇനി അടുത്തൊരു കാറ്റഗറി ഞാൻ പറയുന്നത് കരിയർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യത ഉള്ളത്. ആദ്യമായിട്ട് തന്നെ കരിയർ എന്താന്നുള്ളത് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാറുണ്ട്. കരിയർ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ടീച്ചർ ആവണം, അതെന്റെ കരിയറാണ്. ഒരാൾ പറയാൻ എനിക്ക് ഡോക്ടർ ആവണം, എനിക്കൊരു സോഷ്യൽ വർക്കർ ആവണം, ഇതൊക്കെ അവരുടെ കരിയറാണ്. അപ്പൊ എന്താണ് കരിയർ? ലോങ് ടേം അല്ലെ, ഒരുപാട് വർഷത്തേക്ക് സീരീസ് ഓഫ് വർക്ക് റിലേറ്റഡ് എക്സ്പീരിയൻസ് ആൻഡ് പൊസിഷൻസ് നമ്മുടെ ഗ്രോത്തിന്, നമ്മുടെ ഡെവലപ്മെന്റിന്, നമ്മുടെ വളർച്ചക്കൊക്കെ സഹായിക്കുന്ന ലോങ് ടേം ആയിട്ടുള്ള ഒരു വർക്ക് റിലേറ്റഡ് എക്സ്പീരിയൻസിനെയാണ് കരിയർ എന്ന് വിളിക്കുന്നത് അല്ലെ. ഇപ്പൊ എനിക്ക് PG പഠിക്കണം എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അത് കരിയർ അല്ല, അത് കരിയറിലേക്ക് എത്താനുള്ള ഒരു മാർഗം മാത്രമാണ്. എനിക്കൊരു അക്കൗണ്ട്സ് കോഴ്സ്, അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കരിയർ അല്ല, കരിയറിലേക്ക് എത്താനുള്ള റൂട്ട് മാത്രം. കരിയർ എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ടേം വിഷനോടുകൂടെ നമ്മളൊരു വർക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ട് മാറുന്നതിനെ, അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നതിനെ, അതിലേക്ക് പോകുന്നതിനെയാണ് കരിയർ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ടീച്ചർ ആവണം, ഒരു പ്രൊഫസർ ആവണം, അതിന്റെ കരിയർ ആണ് അല്ലെ. അപ്പൊ കരിയർ എന്താന്നുള്ള ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. അടുത്തത് ഈ കരിയറിനെ പ്ലാൻ ചെയ്യുക, കരിയർ പ്ലാനിങ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് കരിയർ പ്ലാനിങ് എന്നുള്ള ചോദ്യം വരാറുണ്ട് കേട്ടോ. അപ്പൊ കരിയർ പ്ലാൻ എനിക്ക് മാത്രമാണോ സ്റ്റെക്ക് വരുന്നുണ്ടോ എന്ന് പറയും എല്ലാരും. വോയിസ് സ്റ്റെക്ക് വരുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്നും കൂടെ റീജോയിൻ ചെയ്ത് നോക്കാം കേട്ടോ, എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം. യെസ്, അപ്പൊ കരിയർ പ്ലാനിങ്. അടുത്തത് കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ കരിയർ എന്താ നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ലോങ് ടേം വിഷനോട് കൂടെ എനിക്ക് ഇന്നതാവണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിനാണ് കരിയർ എന്ന് പറയുന്നത്. ആ കരിയറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെ, ആ റൂട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതിനെയാണ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് കരിയർ ഗോൾസ് ആൻഡ് ക്രിയേറ്റിംഗ് പ്ലാൻ ടു അച്ചീവ് ദം. എനിക്ക് ടീച്ചർ ആണോ എന്ന് പറഞ്ഞാൽ അത് കരിയർ ആയി. ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ PG എടുക്കുന്നു, എനിക്ക് B.Ed എടുക്കണം, PhD എടുക്കണം, ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്താൽ അത് കരിയർ പ്ലാനിങ് ആയി. ടീച്ചർ ആവണം എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് കരിയർ. ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് കരിയർ പ്ലാൻ. അപ്പൊ നോക്കിയേ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കരിയർ സെറ്റ് ചെയ്യണം അല്ലെ, കരിയർ ഗോൾ സെറ്റ് ചെയ്യണം. എന്നിട്ടോ ആൻഡ് ക്രിയേറ്റിംഗ് പ്ലാൻ ടു അച്ചീവ് ദം, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യണം. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ നോട്ട് ചെയ്യേ. കരിയർ സെറ്റ് ചെയ്യണം അല്ലെ, ടീച്ചർ ആവണം, അത് കരിയർ ആണ്. പിന്നെന്ത് ചെയ്യണം? അത് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെ വേണം, ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ഏതൊക്കെ കോഴ്സ് എടുക്കണം, ഏതൊക്കെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, അത് കരിയർ പ്ലാനിങ് ആണ്. അപ്പൊ ആദ്യം എന്താ ഉണ്ടാവുക? കരിയർ ഉണ്ടാവുക, പിന്നെ കരിയർ പ്ലാനിങ് അല്ലെ. ഇനി നീഡ് ഫോർ കരിയർ പ്ലാൻ. എന്തിനാ അപ്പൊ നമ്മൾ ഇങ്ങനെ കരിയർ പ്ലാനിങ് ഒക്കെ ചെയ്യേണ്ട ആവശ്യം? നോക്കേ, കരിയർ പ്ലാനിങ് ഹെൽപ്സ് ഇൻ ഇൻഡിവിജ്വൽ സെറ്റ് ഗോൾ. നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ, പോലെ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാൻ, പോലെ ഡിസിഷൻസ് എടുക്കാനൊക്കെ നമ്മളെ കരിയർ പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. അപ്പൊ കരിയർ പ്ലാനിങ്ങിന്റെ ആവശ്യകത, എന്തിനു വേണ്ടിയിട്ടാണ് കരിയർ പ്ലാനിങ് ചെയ്യുന്നത്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കരിയർ ഇൻഫർമേഷൻസ് കിട്ടുക? സോഴ്സ്, ഇതൊക്കെ സിമ്പിൾ ചോദ്യം കേട്ടോ. എവിടുന്നാണ് നമുക്ക് കരിയറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടുക? ഒരുപാടുണ്ട്. ഒന്ന്, കരിയർ കൗൺസിലേഴ്സ് ഉണ്ട് അല്ലെ, പല ഏജൻസികളും ഉണ്ട് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പല ഏജൻസീസ് ഉണ്ട്. അതുപോലെ ഓൺലൈൻ റിസോഴ്സസുകൾ ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഫഷണൽ നെറ്റ്വർക്കുകൾ ഉണ്ട് അല്ലെ. അപ്പൊ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊളീഗ്സ്, നമ്മളൊപ്പം വർക്ക് ചെയ്യുന്ന ആളുകള്, നമ്മുടെ ആ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകള്, അങ്ങനെ പല ആളുകളും. അപ്പൊ ഈ ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് കരിയറുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അവൈലബിൾ ആവും. ഇനി എംപ്ലോയ്മെന്റും കരിയറും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് പറഞ്ഞാൽ ഒരു ജോബ്, ജസ്റ്റ് ഒരു ജോബ്, അതിന് എംപ്ലോയ്മെന്റ് എന്ന് പറയും. എന്നാൽ കരിയർ എന്ന് പറഞ്ഞാൽ ലോങ് ടേം സീരീസ് ഓഫ് വർക്ക് റിലേറ്റഡ് എക്സ്പീരിയൻസ്. ഒരു ഉദാഹരണം പറയാം അല്ലെ, ഞാനിങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി, അപ്പൊ അവിടെ കുറച്ച് കല്ലെടുത്ത് കാണുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അവൻ്റെ ഒപ്പം കൂടി കല്ലെടുത്ത് വെച്ചു. എനിക്ക് അവന് 500 രൂപ കൂലി തന്നു. ഇത് ജോബാണ്. ഇത് ഞാൻ കലാകാലം കല്ലെടുത്തിട്ടുള്ള ആളല്ല അല്ലെ. എനിക്ക് ഒരു സമയത്ത് കിട്ടിയ ഒരു ജോബ് കിട്ടി, ഞാൻ പോയിട്ട് അത് ചെയ്തു അല്ലെ. ചില ആളുകൾക്ക് കാറ്ററിങ്ങിനൊക്കെ പോകാറുണ്ട്.
ശനി ഞായർ ഒഴിവുണ്ടാവുമ്പോൾ അതൊക്കെ അവരെടുക്കുന്ന ജോബാണ്, അത് കരിയർ അല്ല. കരിയർ ആവുമ്പോൾ എന്താവും, അത് ലോങ് ടേം ആണ്, ഒരുപാട് കാലത്തേക്കാണ് അല്ലെ. ഇപ്പൊ ഞാനൊരു ടീച്ചർ ആയിട്ടുണ്ട്, ഞാൻ വെറുതെ ഒരു മാസത്തിനോ 2 മാസത്തിനോ ടീച്ചർ ആയ ആളല്ല. എന്റെ ലൈഫ് മുഴുവനും ഈ ടീച്ചിങ് ഫീൽഡിൽ നിലനിൽക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ അത് കരിയർ ആയിട്ട് മാറും. അപ്പൊ എംപ്ലോയ്മെന്റ് എന്നാൽ ജസ്റ്റ് ഒരു ജോബ്, ഏത് ജോബിനും നമുക്ക് എന്താ പറയാ, എംപ്ലോയ്മെന്റ് എന്ന് പറയാം. എന്നാൽ കരിയർ ആകുമ്പോൾ അത് ലോങ് ടേം ആണ്, ഒരുപാട് കാലം നമ്മൾ താല്പര്യത്തോടു കൂടെ സെലക്ട് ചെയ്ത് ആ റൂട്ടിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അത് കരിയർ ആയിട്ട് മാറുന്നത്. ഇനി കരിയർ ഗൈഡൻസ് അല്ലെ, ഇത് നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും, കുറെ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽ മേക്ക് ഇൻഫോംഡ് കരിയർ ഡിസിഷൻ. നമ്മുടെ കരിയർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് നമ്മളെ ഹെൽപ്പ് ചോദിക്കുന്നതിനെയാണ് കരിയർ ഗൈഡൻസ്. ഇപ്പൊ നമ്മുടെ കോളേജിലേക്ക് കുറെ കുട്ടികൾ ഒരു ഡിഗ്രി കഴിയുന്ന സമയത്ത് നമ്മളോട് ചോദിക്കാറുണ്ട്, സാർ ഞാൻ അടുത്ത് ഏതാ പഠിക്കേണ്ടത്, എന്താ എടുക്കേണ്ടത്, എടുത്താൽ എന്താവും, ഈ ഒരു കോഴ്സ് എങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്നതൊക്കെ എന്താണ്, കരിയർ ഗൈഡൻസ് ആണ്. അഥവാ നിങ്ങൾ ഇന്ന ഫീൽഡിൽ പോയാൽ ഇന്നതാവും, ഇന്നതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് കരിയർ ഗൈഡൻസ് എന്ന് പറയാം. അടുത്തത്, നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ് റെസ്യൂമെ അല്ലെങ്കിൽ CV, കരിക്കുലം വിറ്റ റെസ്യൂമെ എന്നൊക്കെ പറയൂലേ. എന്താണ് റെസ്യൂമെ? നോക്കിയേ, ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ്, അതൊരു ഡോക്യുമെന്റ് ആണ് ദാറ്റ് സമ്മറൈസസ് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, സ്കില്ല്, ഇതെല്ലാം കാണിക്കുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് റെസ്യൂമെ എന്ന് പറയാം. എന്നോട് പറയാണ്, ഇപ്പൊ ഞാൻ എന്റെ റെസ്യൂമെ, എന്റെ CV ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവും, എന്റെ എഡ്യൂക്കേഷൻ ഉണ്ടാവും, എന്റെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, എന്റെ സ്കില്ല്, നോളജ് എല്ലാം അല്ലെ, എന്നെ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം എന്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഉണ്ടാവും. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഡോക്യുമെന്റിനെ വിളിക്കുന്ന പേരാണ് റെസ്യൂമെ എന്ന് പറയുന്നത്. അടുത്തത്, കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങള്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും അസേർട്ടീവ്നെസ് എന്താന്നുള്ളത് ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. അസേർട്ടീവ്നെസ് ഒന്ന് മനസ്സിലാക്കുക, എബിലിറ്റി ടു എക്സ്പ്രസ് വൺ നീഡ്സ് ആൻഡ് ഫീലിംഗ്സ് ഇൻ എ ക്ലിയർ ആൻഡ് റെസ്പെക്ട്ഫുൾ മാനർ. ഇതാണ് അതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. സിമ്പിൾ ആണ്. നോക്കിയേ, ഒരാളുടെ ഫീലിങ്സ്, ഒരാളുടെ നീഡ്സ് അത് കൃത്യമായിട്ട് ഉറപ്പോടുകൂടെ പറയാ. ശ്രദ്ധിക്കണേ, ഉറപ്പോടുകൂടെ പറയാ. അതാണ് അസേർട്ടീവ്നെസ് അല്ലെ. ഇതിങ്ങനെ ശരിയാണോ അല്ലേ, നമ്മൾ അയലമ കയറി പോയി എന്ന് പറയില്ലേ, ഒരു പോയി അയലമ കയറി എന്തേ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് ഇങ്ങനെ ആടി കളിക്കൂലേ, അതെന്തല്ല അസേർട്ടീവ്നെസ് അല്ല. നമുക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ ഫീലിങ്സ് അത് കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറയാൻ കഴിയുന്നതിനെയാണ് അസേർട്ടീവ്നെസ് എന്ന് പറയാം. അഥവാ ഉറപ്പോട് കൂടെ പറയാ, കോൺഫിഡൻസോട് കൂടെ പറയാ, അതാണ് അസേർട്ടീവ്നെസ് എന്ന് പറയാം. ഒന്നുകൂടെ നോക്കിയേ, ഇറ്റ് ഈസ് എ എബിലിറ്റി ടു എക്സ്പ്രസ്, നമ്മൾ അവതരിപ്പിക്കാണ് വൺസ് നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങള്, ഫീലിങ്സുകൾ എങ്ങനെ, ഇതാണ് ഇമ്പോർട്ടന്റ്, ഇൻ എ ക്ലിയർ ആൻഡ് റെസ്പെക്ട്ഫുൾ മാനർ, വളരെ ക്ലിയർ ആയിട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ട്, അഥവാ വളരെ ഉറപ്പോട് കൂടെ ആ ഒരു വിഷയത്തെ പറയുന്നതിനെയാണ്, അവതരിപ്പിക്കുന്നതിനെയാണ് അസേർട്ടീവ്നെസ് എന്ന് പറയാം. ഇത് ഒരുപാട് തവണ ചോദിച്ച് കണ്ട ഒരു കാര്യമാണ് കേട്ടോ. അടുത്തത്, എന്താണ് ബോഡി ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത് ഒരു കമ്മ്യൂണിക്കേഷനാ അല്ലെ. എന്ത് കമ്മ്യൂണിക്കേഷനാ? വെർബൽ കമ്മ്യൂണിക്കേഷനാ. ഞാൻ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു അല്ലെ. വാക്കുകൊണ്ട്, വായ കൊണ്ട് പറയുന്നതിന് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ബോഡി ലാംഗ്വേജ്. അപ്പൊ ഞാൻ ഇങ്ങനെ കൈയേറ്റ ആക്ഷൻസ് കാട്ടുന്നു, ഞാൻ അങ്ങനെ എന്റെ കണ്ണുകൊണ്ട് ചില ആക്ഷൻസ് കാട്ടുന്നു അല്ലെ, എന്റെ മുഖം കൊണ്ട് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതൊക്കെ ബോഡി ലാംഗ്വേജ്. അഥവാ നമ്മളെ വായ കൊണ്ട് പറയുന്നതിന്റെ ഒപ്പം സപ്പോർട്ട് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബോഡി ലാംഗ്വേജാ. അതിലെന്ത് വരും? ഫേഷ്യൽ എക്സ്പ്രഷൻസ് വരും. നമ്മുടെ മുഖം കൊണ്ടുള്ള കാര്യങ്ങള്, നമ്മളെ രൂപങ്ങൾ, ഗസ്റ്റേഴ്സ്, നമ്മുടെ ആക്ഷൻസ്, പിന്നെ ഐ കോണ്ടാക്ട്, ഇതൊക്കെ ഏതിൽ വരും? ബോഡി ലാംഗ്വേജിൽ വരും. അഥവാ വാക്കായിട്ടല്ലാതെ നമ്മൾ എന്തൊക്കെ പറയുന്നു അതൊക്കെ ബോഡി ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് വരുന്നതാണ്. അടുത്തത്, ബാരിയേഴ്സ് ടു അഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇത് 5 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് നമ്മൾ ഇനി 5 മാർക്കിന് ഒന്നുകൂടെ പറയും. ഒന്ന്, ലാംഗ്വേജ് ഡിഫറൻസസ് അല്ലെ. ഇപ്പൊ ഞാൻ ഒരു ഇംഗ്ലീഷുകാരനോട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഭായിമാരെ കുറെ ഉള്ളത് അല്ലെ, നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവും ലാംഗ്വേജ് ഡിഫറൻസസ്. നമ്മൾ എന്തൊക്കെ പറയും, അവർ വേറെ എന്തൊക്കെയാ പറയും അല്ലെ. നമ്മൾ പറയുന്ന ഒന്നും അവർ മനസ്സിലാക്കുന്ന വേറെ ഒന്നായിരിക്കും. അപ്പൊ ലാംഗ്വേജ് ഡിഫറൻസസ് അതൊരു ബാരിയർ, ഒരു തടസ്സമാണ്. അഥവാ ഒരു നല്ല കമ്മ്യൂണിക്കേഷന് വരുന്ന ഒരു തടസ്സമാണ് ലാംഗ്വേജ് ഡിഫറൻസസ്. പിന്നെ കൾച്ചറൽ ഡിഫറൻസസ് അല്ലെ. ഇപ്പൊ നമ്മളെ കേരളത്തിൽ എടുത്തു നോക്കിയേ, ഓരോ നാട്ടിലും ഓരോ രൂപത്തിലാണ് സംസാരം വരുന്നത് അല്ലെ. ഇവിടെ പറഞ്ഞ മീനിങ് ആവില്ല വേറൊരു സ്ഥലത്ത് പോയാൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ കൾച്ചറൽ ഡിഫറൻസസും നമ്മളെ കമ്മ്യൂണിക്കേഷൻ അഫക്ട് ചെയ്യും. അതുപോലെ ഡിസ്ട്രാക്ഷൻസ്, പല വോയിസുകളും മറ്റൊക്കെ വരുമ്പോ, അതുപോലെ തന്നെ സെമാന്റിക് ബാരിയർ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സെമാന്റിക് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സെമാന്റിക് എന്ന് പറഞ്ഞാൽ സെന്റൻസ്, നമ്മളെ വാക്ക്, നമ്മളൊരു കാര്യം പറയും, സെമാന്റിക് എന്നാണ്.
നമ്മളൊരു കാര്യം പറയും, കേൾക്കുന്ന ആളത് വേറെ മീനിങ്ങിൽ അത് മനസ്സിലാക്കുകയും ചെയ്യും. സെമാൻറ്റിക് ബാരിയർ ഒന്ന് ഇതിൽ വരാത്തതാണ്, ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ മറ്റൊന്നാണ് സൈക്കോളജിക്കൽ ബാരിയർ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട്. സൈക്കോളജിക്കൽ ബാരിയർ. സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇമോഷൻസ് അല്ലെ. ഇപ്പൊ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്ന, വിഷമിച്ച് നിൽക്കുന്ന ഒരാളെടുത്ത് പോയിട്ട് നമ്മൾ കോമഡി അടിച്ചാലാ നമ്മൾ മോനൊക്കെ രണ്ടെണ്ണം കിട്ടും അല്ലെ. കാരണം എന്താ, അയാളുടെ സൈക്കോളജി അഥവാ മൈൻഡ് കറക്റ്റ് അല്ല. അപ്പൊ അതൊരു ബാരിയർ ആയിട്ട് വരാറുണ്ട്. പിന്നെ പേഴ്സണൽ ബാരിയേഴ്സ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. പേഴ്സണൽ ബാരിയേഴ്സ് ആണ് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ. ഇപ്പൊ ചില ആളുകൾക്ക് നമ്മളെ ഈ മുറി ചുണ്ട് എന്നൊക്കെ പറയില്ലേ, ചുണ്ട് പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ നാവിന് പ്രശ്നം ഉണ്ടാവും. അപ്പൊ അവര് പറയുന്ന കറക്റ്റ് ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവൂല. അങ്ങനെയൊക്കെ വരുന്ന പ്രശ്നം, അതാണ് പേഴ്സണൽ അഥവാ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് വരുന്ന തടസ്സങ്ങൾ. ഇത് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ടോ, അതാണ് ഒന്നുകൂടെ വിശദീകരിച്ച് പറയുന്നത്. അപ്പൊ സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ സെന്റൻസ് അല്ലെ, ആ വാക്കിന്റെ മീനിങ്ങുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ. സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മൈൻഡ് അല്ലെ, ഇമോഷൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. പേഴ്സണൽ എന്നാൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷന്റെ തടസ്സങ്ങൾ, ബാരിയേഴ്സ് ഉണ്ടാവാറുണ്ട്. അടുത്തത് പബ്ലിക് സ്പീക്കിംഗ്. ഒരു ഗ്രൂപ്പിനോട് അല്ലെങ്കിൽ ഒരു വലിയ ഓഡിയൻസ്, ലാർജ് ഓഡിയൻസിനോട് സംസാരിക്കുന്നതിനെ, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് എന്ന് അറിയാം അല്ലെ. നമ്മള് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെ, രാഷ്ട്രീയ നേതാക്കളൊക്കെ, അതുപോലെ മത നേതാക്കളൊക്കെ ചെയ്യുന്ന കാര്യം എന്താണ്, പബ്ലിക് സ്പീക്കിംഗ് ആണ് അല്ലെ. ഒരു വലിയ ഓഡിയൻസിനോട് മൈക്ക് എടുത്ത് അടിപൊളിയായിട്ട് അവർ സംസാരിക്കും. ആ കാര്യത്തെയാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ ടു ലാർജ് ഓഡിയൻസ് അല്ലെ. ഒരു വലിയ ഓഡിയൻസിന് മുമ്പിൽ, ഒരു ഗ്രൂപ്പിന്റെ മുമ്പിൽ നമ്മൾ ആ വിഷയം അവതരിപ്പിക്കുക. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഒരു പബ്ലിക് സ്പീക്കിംഗ് ആണ് അല്ലെ. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ഓൺലൈൻ ആണെങ്കിൽ പോലും കുറെ സ്റ്റുഡൻസ് ഉണ്ട്, അവരോട് ഞാൻ സംസാരിക്കുകയാണ്. അതെന്താണ്, പബ്ലിക് സ്പീക്കിംഗ് ആണ്. ഇപ്പൊ ഞാൻ എന്റെ വൈഫിനോട് സംസാരിക്കുന്നത് എന്തല്ല, പബ്ലിക് സ്പീക്കിംഗ് അല്ല. കാരണം അവിടെ ഒരൊറ്റ ഓഡിയൻസേ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളോട് നമ്മൾ സംസാരിക്കുന്നതിനെയാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയാ. അതെങ്ങനെ സംസാരിക്കണം, കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കോൺഫിഡൻസോടുകൂടെ, ക്ലാരിറ്റിയോടുകൂടെ സംസാരിക്കണം അല്ലെ. അതിനെയാണ് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയാ. അടുത്തത് GD അഥവാ ഗ്രൂപ്പ് ഡിസ്കഷൻ. എന്താണെന്ന് 2 മാർക്കിന് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, ഇറ്റ് ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ, ഇതാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട ടേം, മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽസ് ഓൺ എ സ്പെസിഫിക് ടോപ്പിക്. അപ്പൊ നമുക്ക് ഈ ഇന്റർവ്യൂയുടെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് GD, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഉദാഹരണം പറയാണ്, ഇപ്പൊ നമുക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു 8 to 13 അങ്ങനെയൊക്കെ നമ്മൾ നോർമലി പറയാറുള്ളത്. ഒരു 8 മുതൽ ഒരു 13 വരെയുള്ള ആളുകളൊക്കെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ടോപ്പിക് നമുക്ക് അവർ ഇട്ട് കൊടുക്കും. ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പിക് നമ്മൾ കൊടുക്കും. ആ ഗ്രൂപ്പ് എന്ത് ചെയ്യും, ആ ടോപ്പിക്കിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഡിസ്കഷൻ നടത്തും. വളരെ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് തന്നെ ആ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും, അവർ അതിന്റെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാറിയോ, ഈ ഗ്രൂപ്പിനെ ഒബ്സർവ് ചെയ്യാൻ നമ്മൾ 2-3 ആൾക്കാരെ വേറെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, എക്സ്പെർട്ട് ആയിട്ടുള്ള 2-3 പേര്. അവരിങ്ങനെ ഗ്രൂപ്പിന്റെ അടുത്ത് കൂടെ, ഒരു ഗ്രൂപ്പ് എന്നല്ല കേട്ടോ, കുറെ ഗ്രൂപ്പുകൾ അങ്ങനെ ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ ഓരോരുത്തരും പറയുന്ന പോയിന്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കും. ആരൊക്കെയാണ് നല്ല പോയിന്റ് പറയുന്നത്, ആരൊക്കെയാണ് ഇതിൽ ഒരു ലീഡർ ആയിട്ട് മാറുന്നത് അല്ലെ, ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്നത് ആരൊക്കെ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്യും. അപ്പൊ ഇതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽസ് അഥവാ ഒന്നിലധികം പേരില്ല, ഒരുപാട് പേര്. സാധാരണ ഒരു 8 മുതൽ 13 പേരൊക്കെയാണ് അതിൽ വരാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒന്നിലധികം പേര് സംസാരിച്ച് ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുക. ഇത് എന്തിനാണ്, നമ്മൾ ഇന്റർവ്യൂയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യും, ചൂസ് ചെയ്യും. അടുത്തത് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇതൊക്കെ 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആട്ടോ. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, എബിലിറ്റി ടു അനലൈസ് ഇൻഫർമേഷൻ, ഇവാലുവേറ്റ് ആർഗ്യുമെന്റ് ആൻഡ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ. അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുന്നത് എന്തല്ല, ക്രിട്ടിക്കൽ തിങ്കിങ് അല്ല. വെറൈറ്റി ആയിട്ട്, നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് എന്നൊക്കെ പറയും, ബോക്സിന് പുറത്ത് എന്നൊക്കെ പറയാറുണ്ട്. വെറൈറ്റി ആയിട്ട് ഒരാൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അനലൈസ് ഇൻഫർമേഷൻ, ഇവാലുവേറ്റ് ആർഗ്യുമെന്റ് ആൻഡ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ അല്ലെ. അഥവാ ഒരു കാര്യത്തെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, അതിന്റെ തീരുമാനങ്ങൾ എടുക്കുക. അതൊക്കെ എടുക്കുന്നത് എങ്ങനെ അറിയോ, ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് ആ കാര്യത്തെ കുറിച്ച് പഠിച്ച് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയാം കേട്ടോ. ഒന്നുകൂടെ പറയാണ്, ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അനലൈസ് ഇൻഫർമേഷൻ, ഒരു കാര്യത്തെ കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ക്രിട്ടിക്കൽ തിങ്ക് ചെയ്യുന്ന ആള് വെറുതെ എന്തെങ്കിലും പോയിട്ട് ചാടൂല,
ഏതെങ്കിലും കെണിയിൽ പോയിട്ട് അവൻ കുടുങ്ങൂല. കാരണം എന്താ അറിയോ, അവൻ എന്ത് ചെയ്യും, ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് വശമൊക്കെ നോക്കിയിട്ടേ അവനൊരു കാര്യം തീരുമാനിക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ക്രിട്ടിക്കലി തിങ്കിങ് ആളാവണമെന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, ടു അനലൈസ് ഇൻഫർമേഷൻ, നന്നായിട്ട് ആ കാര്യത്തെ കുറിച്ച് അനലൈസ് ചെയ്യും. ഇവാലുവേറ്റ് ആർഗ്യുമെന്റ്സ്, അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അവൻ ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ ഏറ്റവും നല്ല തീരുമാനം എടുക്കും. അപ്പൊ ക്രിട്ടിക്കലി തിങ്കിങ് ഒരാൾ എടുക്കുന്ന തീരുമാനം പലപ്പോഴും തെറ്റാറില്ല. കാരണം അവനെ വെറുതെ ഒരു തീരുമാനം എടുക്കൊന്നുമില്ല, കൃത്യമായിട്ട് ആലോചിച്ചിട്ടേ ആ തീരുമാനത്തിലേക്ക് എത്തുള്ളൂ. അതുപോലെ മേജർ തിങ്കിങ് സ്കില്ല് എന്തൊക്കെയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട തിങ്കിങ് സ്കില്ലുകൾ നമ്മളിപ്പോ ഓൾറെഡി ഒന്ന് പറഞ്ഞു, ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് പറയാൻ പോകുന്നുണ്ട് ക്രിയേറ്റീവ് തിങ്കിങ്, അതുപോലെ പ്രോബ്ലം സോൾവിങ്. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ട് വരുന്ന തിങ്കിങ് സ്കില്ലുകൾ. ഇതൊക്കെ നമുക്ക് ഉണ്ടാവണം കേട്ടോ, അതിനു വേണ്ടിയിട്ട് ഈ സബ്ജക്ട് പഠിക്കുന്നത് പോലും. അപ്പൊ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതിന് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയും. എന്നാൽ ക്രിയേറ്റീവ് തിങ്കിങ് എന്താണ്, അതാണ് ഞാൻ നേരത്തെ ചെറിയൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാര്യത്തെ എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക. എങ്ങനെ നോക്കിയേ, ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ജനറേറ്റ് ന്യൂ ഐഡിയാസ് ആൻഡ് സൊല്യൂഷൻസ്. അഥവാ ഞാൻ നേരത്തെ ഇത് രണ്ടങ്ങോട്ടൊന്ന് മാറി പറഞ്ഞിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ പഠിച്ച് പറയാം, കൃത്യമായിട്ട് ആ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് പറയാം. എന്നാൽ ക്രിയേറ്റീവ് തിങ്കിങ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്ത്, ഒരു പുതിയ സാധനം എല്ലാവരും ചെയ്യുന്ന പോലെയല്ല, വെറൈറ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുക. നോക്കിയേ, എബിലിറ്റി ടു ജനറേറ്റ് ന്യൂ ഐഡിയാസ് ആൻഡ് സൊല്യൂഷൻസ്. എല്ലാവരും ചെയ്യുന്നത് നമ്മളും ചെയ്താൽ എന്തല്ല, ക്രിയേറ്റീവ് തിങ്കിങ് അല്ല. അപ്പൊ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിനെയാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയാ. ഇറ്റ് ഇൻവോൾവ്സ് തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ്. ഈ ഒരു ടേം ഔട്ട്സൈഡ് ദ ബോക്സ്, എല്ലാവരും ബോക്സിൽ ഇടുമ്പോ നമ്മൾ ബോക്സിന് പുറത്തിട്ട് ചപ്പചവറ് കൊണ്ടുവരുന്ന കേസല്ല കേട്ടോ പറഞ്ഞ, ഒരു ബോക്സിൽ അഥവാ ഒരു ഇട്ടാവട്ടത്തിൽ എല്ലാവരും നിൽക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നും പുറത്താണ് ഒരു കാര്യത്തെ ചെയ്യുന്നതിനെയാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയാം. ഇനി അടുത്തത് ഗോൾ സെറ്റിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച 2 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഒന്ന്, എന്താണ് ഗോൾ സെറ്റിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് ഗോൾ സെറ്റിംഗ്. നമ്മൾ കൃത്യമായിട്ട് ഒരു ഗോൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഗമിക്കുന്നതെയാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽ ക്ലാരിഫൈ ദെയർ പ്രയോറിറ്റീസ് ആൻഡ് ഫോക്കസ് ദെയർ എഫേർട്ട് ആൻഡ് അച്ചീവ് ദെയർ ഒബ്ജക്റ്റീവ്സ്. ഈ കാര്യങ്ങൾക്കാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രയോറിറ്റി തീരുമാനിക്കണം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇന്നത് ചെയ്യണം, പിന്നെ ഇന്നത്. നമ്മൾ ഓരോ ദിവസവും സത്യത്തിൽ ഈ ഒരു പ്രയോറിറ്റി ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. നമ്മൾ ഒരു ദിവസം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യാം. ആദ്യം അതിൽ എന്ത് ചെയ്യണം, രണ്ടാമത് എന്ത്, മൂന്നാമത് എന്ത് അല്ലെ. ഇപ്പൊ നിങ്ങൾ എക്സാമിന്റെ ടൈമാണ്, അപ്പൊ എക്സാമിന് പഠിക്കുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. നമ്മൾ വാട്സപ്പിൽ തോണ്ടുന്നതും ഇൻസ്റ്റയിൽ റീൽസ് കാണുന്നതൊക്കെ ലാസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ കൃത്യമായിട്ട് ഒരു പ്രയോറിറ്റി കൊടുക്കുക. അതുപോലെ നമ്മളെ എഫേർട്ടുകളെ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യുക. ഇതൊക്കെയാണ് ഗോൾ സെറ്റിങ്ങിന്റെ പ്രാധാന്യം. അപ്പൊ ഗോൾ സെറ്റിങ്ങിൽ ഇതൊക്കെ ഉണ്ടാവണം എന്നർത്ഥം. ഇനി എങ്ങനെയാണ് ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അതിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണ് നോക്കിയേ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗോൾസ് ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ ഒരു ഉദാഹരണം, ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം. അപ്പൊ നിങ്ങൾ എക്സാം എഴുതാൻ പോകണല്ലോ, അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ഗോൾ എന്താ, എക്സാമിന് നല്ല മാർക്കോടുകൂടെ പാസ്സാവുക. രണ്ടെന്ത് ചെയ്യുക, ആ ഗോളിനനുസരിച്ചുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾ പഠിക്കാനൊക്കെ വേണ്ടിയുള്ള കൃത്യമായിട്ട് ഒരു പ്ലാൻ ഒക്കെ തയ്യാറാക്കി. പിന്നെ ടേക്ക് ആക്ഷൻ. പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ആ പ്ലാനിനനുസരിച്ച് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഈ ഗോൾ സെറ്റിങ്ങിന്റെ പ്രോസസ് ആയിട്ട് നമ്മൾ പറയാനുള്ളത്. അടുത്തത് എന്താണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഈ 2 സാധനമൊക്കെ നമുക്ക് 5 മാർക്കിനും ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ 2 മാർക്കാണെങ്കിൽ ഇത്ര എഴുതിയാൽ മതി, 5 മാർക്കാണെങ്കിൽ ഒന്നുകൂടി എലാബറേറ്റ് ചെയ്തിട്ട് എഴുതണം. ഓരോ പോയിന്റും സെപ്പറേറ്റ് എടുത്തിട്ട് എഴുതണം കേട്ടോ. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് നോക്കിയേ, ഇറ്റ് ഇൻവോൾവ് ഐഡന്റിഫൈങ് ഓപ്ഷൻസ്. നമ്മളൊരു തീരുമാനം എടുക്കുകയാണ് അല്ലെ. ഒരു ഉദാഹരണങ്ങൾ ഡിഗ്രി കഴിയാണ്, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ മുന്നിൽ വലിയൊരു പ്രശ്നം വരികയാണ്. ആഫ്റ്റർ ദ ഡിഗ്രി എന്താ, ഐഡന്റിഫൈങ് ഓപ്ഷൻസ്. നിങ്ങളുടെ ഓപ്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കും. PG എടുക്കാം അല്ലെ, അല്ലെങ്കിൽ ഒരു CA പോവാം, CMA പോവാം, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട്സ് ഫീൽഡിലേക്ക് ടേൺ ചെയ്യാം, അല്ലെങ്കിൽ ജോബുമായിട്ട് മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാം. ഇതൊക്കെ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻസ് ആണ്. ആ ഓപ്ഷൻസിനെ ആദ്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഓരോ ഓൾട്ടർനേറ്റീവിനെയും അല്ലെങ്കിൽ ഓരോ ഓപ്ഷൻസിനെയും ഇവാലുവേറ്റ് ചെയ്യുക. ഇന്നത് ചെയ്താൽ എന്താണ് അതിന്റെ പോസിറ്റീവ് വശങ്ങൾ, അതിന്റെ നെഗറ്റീവ് വശങ്ങൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്, ഓരോ ഓപ്ഷൻസിന്റെയും അല്ലെങ്കിൽ ഓരോ ഓൾട്ടർനേറ്റീവിന്റെയും ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പോസിറ്റീവ് വശങ്ങളെയും നെഗറ്റീവ് വശങ്ങളെയും കൃത്യമായിട്ട് വിലയിരുത്തുക.
അപ്പൊ നമുക്ക് മനസ്സിലാവും ഏതാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായത്. അതാണ് അടുത്ത സ്റ്റേജ്, സെലക്ടിങ് എ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. അല്ലെങ്കിൽ സെലക്ടിങ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത കുറെ ആൾട്ടർനേറ്റീവ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടെ പറയാണ്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഡിഗ്രി കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ഓരോ ഓപ്ഷൻസിനെ കുറിച്ച് മനസ്സിലാക്കി അതിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്തു. അങ്ങനെ നിങ്ങൾ തീരുമാനിക്കാണ് PG ചെയ്യണം, ഒരു MCOM എടുക്കണം, അല്ലെ ഒരു MA സോഷ്യോളജി എടുക്കണം അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, ആ MCOM എടുക്കണം എന്ന തീരുമാനമാണ് സെലക്ടിങ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. ആ ആൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ. ഇത് ഒരു തവണ എക്സാമിന് ചോദിച്ചതാണ്. എന്താണ് ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? നോക്കിയേ, ഇറ്റ്സ് എ ആക്ട് ഓഫ് ചെക്കിംഗ് വിത്ത് സംവൺ ആഫ്റ്റർ ഇനീഷ്യൽ കോൺവെർസേഷൻ ആർ മീറ്റിംഗ്. അപ്പൊ നമ്മള് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്തു കഴിഞ്ഞാല് അത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യും, അഥവാ അതിനെ വീണ്ടും അത് കറക്റ്റ് ആയിട്ടുണ്ടോ, റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനാണ് ഫോളോ അപ്പ് എന്ന് പറയുക. ഇത് നമ്മുടെ ഇവിടെ ഇന്റർവ്യൂയുടെ കേസിലാണ് പലപ്പോഴും വരുന്നത്. അഥവാ നമ്മൾ ഒരു ഇന്റർവ്യൂ പോയിട്ട് അറ്റൻഡ് ചെയ്തു അല്ലെ, അതോടുകൂടെ എന്റെ ഒക്കെ തീർന്നായിട്ട് നിൽക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, അത് ഫോളോ അപ്പ് ചെയ്യണം, അവരെ കോൺടാക്ട് ചെയ്യണം. നിങ്ങൾ ഇന്റർവ്യൂയുടെ മാർക്ക് ലിസ്റ്റ് ഇട്ടോ, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, അത് ഫോളോ അപ്പ് ചെയ്യണം. അത് ചെയ്താലേ നമുക്ക് ആ ജോലിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം, ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ അതിന് വീണ്ടും നമ്മൾ പോയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതിനെയാണ് ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറുകളും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത സെഷൻ 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 5 മാർക്കിന് നമുക്ക് എഴുതാനുള്ള സമയം 8 മിനിറ്റ് ആണ്. ആ 8 മിനിറ്റിന്റെ ഉള്ളിൽ ഒരു പേജെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു 3/4 പേജെങ്കിലും തികയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോ അതിൽ ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങളാണ് ഇത്. നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. എസ്സേക്കും പല തവണ ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. 10 കോമ്പണൻസ് ഓഫ് ലൈഫ് സ്കിൽ അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പറഞ്ഞിട്ടുള്ള 10 കോമ്പണൻസ് കേട്ടോ. ഇത് നന്നായിട്ട് മനസ്സിലാക്കണേ. ഇത് എസ്സേക്കും ചോദിച്ചിട്ടുണ്ട്. ഇത് ഓരോന്നും എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഐഡിയ ആണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് 10 പറയുന്നുള്ളൂ. സെൽഫ് അവയർനെസ്, എംപതി, critical thinking, creative thinking, decision making, problem solving, communication, interpersonal relationship, coping with stress, coping with emotions. ഇതിൽ ചിലതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 10 WHO പറഞ്ഞ 10 കോമ്പണൻസ് ലൈഫ് സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട, അല്ലെങ്കിൽ ലൈഫ് സ്കില്ലിന് വേണ്ട 10 കോമ്പണൻസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി മറ്റൊരു ചോദ്യം, നെസസിറ്റി. എന്റെ സൗണ്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ഒന്ന് നോക്കാം കേട്ടോ, കുറെ ക്ലാസ് ആയതുകൊണ്ട്. അടുത്ത് നോക്കുക, നെസസിറ്റി ഓഫ് ലൈഫ് സ്കിൽ ട്രെയിനിങ്. ലൈഫ് സ്കിൽ ട്രെയിനിങ് എന്താ നമ്മൾ പറഞ്ഞു അല്ലെ. ലൈഫ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് ലൈഫ് സ്കിൽ ട്രെയിനിങ്. അതിന്റെ ആവശ്യകത എന്താ അപ്പൊ നമ്മൾ ഇങ്ങനെ കുറെ ലൈഫ് സ്കിൽ ട്രെയിനിങ് ഒക്കെ എടുത്താലുള്ള മെച്ചം ഉണ്ടാവുക. ഒന്ന്, ബിൽഡ് കോൺഫിഡൻസ്, നമ്മുടെ കോൺഫിഡൻസ് വളർത്തും. ഇതൊരു പോയിന്റ് ആണ് കേട്ടോ. അടുത്തൊരു പോയിന്റ് ആയിട്ട് കൊടുക്കുക, ബിൽഡ് സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീം എന്താ? സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഉറപ്പ് ഉണ്ടാവാന്നുള്ള സാധനം, അത് ഉണ്ടാവിയെടുക്കാം. പിന്നെ എൻഹാൻസസ് റെസിലിയൻസ് ആൻഡ് ഇമോഷണൽ വെൽബീങ്. നമ്മൾ ഇമോഷണലി സ്ട്രെങ്തൻ ആവും, ഇമോഷണലി പവർഫുൾ ആവും. അഥവാ നമ്മുടെ ഇമോഷൻസിനെ കൃത്യമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ദേഷ്യം വന്നാലും സങ്കടം വന്നാലും അല്ലെ ഒക്കെ കൃത്യമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇമോഷണൽ വെൽബീങ് എന്ന് പറഞ്ഞാൽ. ഇമോഷണലി നമ്മൾ ഓക്കെ ആകും. അടുത്തത്, പ്രൊമോട്ട് ഹെൽത്തി റിലേഷൻഷിപ്പ്. നമ്മുടെ ബാക്കിയുള്ളവരുമായിട്ട്, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിന്റെ ഓവറോൾ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പൊ ഇതാണ് ലൈഫ് സ്കില്ലിന്റെ നെസസിറ്റി എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഒന്നിച്ചാ ചോദിക്കട്ടോ. ലൈഫ് സ്കിൽ എന്താ, അതിന്റെ നെസസിറ്റി എന്താ, അതിന്റെ ഇമ്പോർട്ടൻസ്, അങ്ങനെ 2-3-4 പോയിന്റുകൾ ആഡ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും ചോദിക്കാറുള്ളത്. അതുപോലെ നീഡ് ഫോർ ലൈഫ് സ്കിൽ ട്രെയിനിങ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫ് സ്കിൽ ട്രെയിനിങ് നേടുന്നത്? ഒന്ന്, ടു കോപ്പ് വിത്ത് ചലഞ്ചസ് അല്ലെ. നമ്മുടെ അടുത്ത് വരുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് അല്ലെ, ചലഞ്ചസ് ഉണ്ട്. ആ ചലഞ്ചസിനെ കൃത്യമായിട്ട് ഫേസ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫ് സ്കിൽ ട്രെയിനിങ് നേടുന്നത്. അതുപോലെ സെൽഫ് അവയർനെസ് കൂട്ടുക അല്ലെ. സെൽഫ് അവയർ, നേരത്തെ പറഞ്ഞ അതേ പോയിന്റുകൾ തന്നെയാണ് കുറെ റിപ്പീറ്റ് ചെയ്യുന്നത്. സെൽഫ് അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ കാര്യം ശ്രദ്ധിക്കുക. ഇമോഷണൽ ഇന്റലിജൻസ് പറഞ്ഞാൽ ഇമോഷണലി സ്ട്രെങ്തൻ ആവുക. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അതിനെ ഫേസ് ചെയ്യുക. ചില ആളുകൾ കാണാം അല്ലെ, ഇതിലൊക്കെ സങ്കടം വന്ന് ആകെ പൊട്ടിത്തെറിച്ച് കരഞ്ഞ് ഭയങ്കര സംഭവമാക്കുന്നതാണ്. അവർക്ക് എന്തില്ല, ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ല. ചില ആളുകൾ ദേഷ്യം വന്നാൽ പിന്നെ അവരെ പിടിച്ചാൽ തന്നെ കിട്ടൂല. അവരെ നമ്മൾ എന്ത് പറയാം, ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലാത്തവരാന്ന് പറയാം. അപ്പൊ നല്ല ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാക്കിയെടുക്കാൻ എന്ത് വേണം, ലൈഫ് സ്കിൽ ട്രെയിനിങ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ചസിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരാളുടെ ലൈഫിൽ അയാൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനൊക്കെ കൃത്യമായിട്ട് നേരിടാൻ ലൈഫ് സ്കിൽ ട്രെയിനിങ് കൊണ്ട് സഹായിക്കും.
ഇനി ലൈഫ് സ്കിൽ ഫോർ സെൽഫ് മാനേജ്മെന്റ്. നമ്മുടെ സെൽഫ് മാനേജ്മെന്റിന് ലൈഫ് സ്കിൽ എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്? ഒന്ന് സെൽഫ് അവയർനെസ്, അല്ലെ, നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കുക, സെൽഫ് റെഗുലേഷൻ, അതുപോലെ ഗോൾ സെറ്റിംഗ്, ടൈം മാനേജ്മെന്റ്, പ്രിയോറിറ്റൈസേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഓരോ വർക്കിന് ഓരോ പ്രിയോറിറ്റി കൊടുത്തിട്ട് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുക, അതുപോലെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക, ഇമോഷണൽ റെഗുലേഷനും കൊണ്ടുവരിക. അപ്പോ ഈ ഒരു പോയിന്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അത് ജസ്റ്റ് ഈ പോയിന്റ് മാത്രം പോരാ, അതൊന്ന് സ്പീഡ് പറയാൻ വേണ്ടിയിട്ടാണ് പോയിന്റ് മാത്രം പറയുന്നത്. അതൊന്നും ഓരോന്നും എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അടുത്തത്, എങ്ങനെയാണ് ഒരു പോസിറ്റീവ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, അല്ലെ, നല്ല ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യുന്നത്? ഒന്ന്, പ്രാക്ടീസിങ് ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദിയുള്ള മനസ്സുണ്ടാവുക ഒരു വലിയൊരു കാര്യമാണ്. നമുക്ക് ആരെന്ത് ചെയ്താലും അല്ലെ അവരൊക്കെ ഒരു താങ്ക്ഫുൾ മൈൻഡോട് കൂടെ കാണുക എന്നുള്ളത്, അതാണ് ഒന്നാമത്തത്. പിന്നെ റീഫ്രെയിമിങ് നെഗറ്റീവ് തോട്ട്സ്, അല്ലെ, ചില ആളുകളൊക്കെ എന്ത് കാര്യത്തിൽ നെഗറ്റീവ് എടുക്കണതാണ്, എന്ത് ചോദിച്ചാലും പറ്റൂല, കഴിയൂല, നടക്കൂല എന്ന് പറയില്ലേ, അതൊന്നും ഇല്ലാണ്ട് ഒക്കെ ഒരു പോസിറ്റീവ് തോട്ട്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക, നെഗറ്റീവ് തോട്ട്സിനെ ഇല്ലാണ്ടാക്കുക. പിന്നെ ഫോക്കസിങ് സ്ട്രെങ്ത്, നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണോ അതിനെ ഫോക്കസ് ചെയ്യുക, അല്ലെ. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എന്റെ സ്ട്രെങ്ത് എന്തൊക്കെ, എനിക്കിപ്പോ ടീച്ചിങ് എബിലിറ്റി ഉണ്ടോ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോ, അതാണ് എന്റെ സ്ട്രെങ്ത്, അതിനെ കൃത്യമായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്യുക, അത് ഫോക്കസ് ചെയ്യുക, അല്ലെ. അതുപോലെ കൾട്ടിവേറ്റിംഗ് ഒപ്റ്റിമിസം, അല്ലെ, ഒന്നും പറ്റൂല, കഴിയൂല എന്നുള്ള സാധനമൊക്കെ ഒഴിവാക്കിയിട്ട് എന്നെ കൊണ്ട് കഴിയുമെന്ന രൂപത്തിലേക്ക് നമ്മൾ മാറുക. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെയും ചുറ്റുപാടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെയും നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ഒരു പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തത്, ഇമോഷണൽ കോഷ്യൻസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഇമോഷണൽ കോഷ്യൻസ്? നോക്കുക, റെക്കഗ്നൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇമോഷൻസ് ഇൻ വൺ സെൽഫ് ആൻഡ് അതേഴ്സ്. നമ്മൾ നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കുക, പോരാ മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുക, അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ ഒരു ഫാമിലി ലൈഫിലേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മൾ നമ്മുടെ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ വൈഫിന്റെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരോട് ഡീൽ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ കുറെ പ്രശ്നങ്ങൾ അവിടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇമോഷൻസ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് അവരോട് ആക്ട് ചെയ്യുക, അതാണ് ഇമോഷണൽ കോഷ്യൻസ് എന്ന് പറയുന്നത്. എംബസൈസ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവർക്ക് ഊന്നൽ നൽകുക, അല്ലെ. നമ്മളെ കാര്യം എന്നതിനപ്പുറത്ത് മറ്റുള്ളവരെയും കൂടെ പരിഗണിക്കുക, അവരും കൂടെ കൺസിഡർ ചെയ്യുക, അത് ഇമോഷണൽ കോഷ്യൻസിന്റെ ഭാഗമാണ്. അതുപോലെ ബിൽഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ്, അല്ലെ, എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല തീരുമാനങ്ങൾ, മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്, എന്തെങ്കിലുമൊക്കെ പൊട്ട തീരുമാനങ്ങളൊന്നല്ല, കൃത്യമായിട്ട് വാല്യൂ ഉള്ള തീരുമാനങ്ങൾ എടുക്കുക. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിൽ മറ്റൊരു പോയിന്റ് ആണ് EQ SQ തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. അഥവാ ഇമോഷണൽ കോഷ്യൻസും സോഷ്യൽ കോഷ്യൻസും തമ്മിലുള്ള ഡിഫറൻസ്. ഇമോഷണൽ കോഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസുമായിട്ട് കണക്റ്റഡ് ആണ്, അതവിടെ നമ്മുടെ മൈൻഡുമായിട്ട് കണക്റ്റഡ് ആണ്. മൈൻഡിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയാം, അല്ലെ. എന്താ മൈൻഡുമായിട്ട് വരുന്നത്? ഇപ്പൊ നമ്മുടെ ഒരു ഉദാഹരണം, ദേഷ്യം, സങ്കടം, അല്ലെ, വിഷമങ്ങള്, സന്തോഷങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഇമോഷണൽ കോഷ്യൻസ് എന്ന് പറയാം. അടുത്തത് സോഷ്യൽ കോഷ്യൻസ്, അത് ഫോക്കസ് ഓൺ സോഷ്യൽ സ്കിൽ ആൻഡ് റിലേഷൻഷിപ്പ്, അത് മറ്റുള്ളവരുമായിട്ടുള്ള ഡീലിങ്സ് ആണ്. സോഷ്യൽ എന്നതിന്റെ അർത്ഥം തന്നെയല്ലേ സൊസൈറ്റിയുമായിട്ടുള്ള ഡീലിങ്സ്. ഇപ്പൊ ഒരു ഉദാഹരണം കമ്മ്യൂണിക്കേഷൻ അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് അതിന്റെ ഒരു ഭാഗമാണ്. മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ വരുന്ന കോഷ്യൻസ്, അല്ലെ. ഒരു ഉദാഹരണം, ഇപ്പൊ നമ്മൾ മരണ വീട്ടിൽ പോയാലും കല്യാണ വീട്ടിൽ പോയാലും ഒരുപോലെ അല്ല ബിഹേവ് ചെയ്യുക, അതെന്താ? അത് സോഷ്യൽ കോഷ്യൻസ് ആണ്, അല്ലെ. മാറ്റമുണ്ട്. അപ്പൊ നമ്മൾ സൊസൈറ്റിയുമായിട്ട് ആളുകളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ വരുന്ന കോഷ്യൻസിനെയാണ് സോഷ്യൽ കോഷ്യൻസ് എന്ന് പറയാം. അത് നമ്മളെ ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇനി കരിയർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞു, വാട്ട് ഈസ് കരിയർ ഡെവലപ്മെന്റ് നല്ല 5 മാർക്കും ചോദിക്കുക. അത് അതിന്റെ നീഡ്സ്, അതിന്റെ ഗൈഡൻസ്, അങ്ങനെ 2-3 കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പൊ കരിയർ ഡെവലപ്മെന്റ്, കരിയർ എന്താ നമ്മൾ പറഞ്ഞു, അല്ലെ. അപ്പൊ എനിക്കൊരു ടീച്ചർ ആവണം എന്ന് പറയുന്നത് കരിയർ ആണ്. ആ ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് PG ചെയ്യണം, BEd ചെയ്യണം, PhD എടുക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കുന്നത് കരിയർ പ്ലാനിങ് ആണ്. ഇനി ഞാൻ ഒരു കരിയറിൽ എത്തിയിട്ടോ, ഇപ്പൊ ഞാൻ ടീച്ചിങ്ങിൽ എത്തി, അവിടെ എത്തിയിട്ട് അതിനെ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് കരിയർ ഡെവലപ്മെന്റ് എന്ന് പറയാം. മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ടീച്ചിങ്ങിൽ എത്തി, അല്ലെ. ഞാൻ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. ഇനി ഞാൻ ലാസ്റ്റ് റിട്ടയർ ആവുമ്പോഴും അതേ പൊസിഷനിലാണെങ്കിൽ എനിക്ക് എന്തുണ്ടായിട്ടില്ല? കരിയർ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആ ജോലിയിൽ കയറിയതിനു ശേഷം ഞാൻ വീണ്ടും പഠിക്കണം, വീണ്ടും എന്റെ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ളത് അസോസിയേറ്റ് പ്രൊഫസർ ആവും, പിന്നെ ഒരു പ്രൊഫസർ ആവും, പിന്നെ ഒരു വൈസ് പ്രിൻസിപ്പൾ ആവും, പിന്നെ പ്രിൻസിപ്പൾ ആവും. ഞാൻ എന്റെ കോളേജിൽ നിന്ന് റിട്ടയർ ആകുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ആയിട്ടാണ് റിട്ടയർ ആകുന്നത് എങ്കിൽ എനിക്ക് എന്തുണ്ട്? കരിയർ ഡെവലപ്മെന്റ് ഉണ്ട്, അല്ലെ. ഇപ്പൊ ഒരു ക്ലർക്ക് ആയിട്ട് ഒരാൾ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു, ഒരു പ്യൂണായിട്ടോ ക്ലർക്കായിട്ടോ,
അയാൾ അവസാനം റിട്ടയർ ആവുന്ന സമയത്തും ക്ലർക്ക് ആയിട്ടാണ് റിട്ടയർ ആവുന്നെങ്കിൽ അയാൾക്ക് എന്ത് വന്നിട്ടില്ല, കരിയർ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യണം, ക്ലർക്ക് ഇങ്ങനെ കയറി അവസാനം അയാൾ റിട്ടയർ ആവുന്ന സമയത്ത് എവിടെ എത്തണം എന്നറിയോ, മാനേജർ ആയിട്ട് മാറണം. എന്നാ നമുക്ക് പറയാം അയാൾക്ക് എന്തുണ്ടായിട്ടുണ്ട്, കരിയർ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കരിയർ കിട്ടിക്കഴിഞ്ഞിട്ട്, ശ്രദ്ധിക്കേ, കരിയർ കിട്ടിക്കഴിഞ്ഞിട്ട് അതിൽ വീണ്ടും നമ്മൾ കയറി പോകുന്നതിനെ, വീണ്ടും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനെയാണ് കരിയർ ഡെവലപ്മെന്റ് എന്ന് പറയാം. അപ്പൊ 3 സാധനം ഓർത്ത് വെക്കണം കേട്ടോ. കരിയർ എന്താ, കരിയർ പ്ലാനിങ് എന്താ, കരിയർ ഡെവലപ്മെന്റ് എന്താ. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ ഒരു ടീച്ചർ ആണെന്ന് ആഗ്രഹിക്കുകയാണ്. എന്റെ ലൈഫ് മുഴുവനും ലോങ് ടേം ആയിട്ട് ഞാൻ ഒരു ടീച്ചിങ്ങിലൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കരിയർ. അങ്ങനെ ടീച്ചിങ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് PG എടുക്കണം, BEd എടുക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കുന്നത് കരിയർ പ്ലാനിങ്. അങ്ങനെയാണ് ടീച്ചർ ആയിട്ട് എന്ത് ചെയ്യാണ്, വീണ്ടും എന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെ കൂട്ടിയിട്ട് ഞാൻ വീണ്ടും ഹയർ പൊസിഷനിലേക്ക് കയറി പോവാണെങ്കിൽ അതിന് കരിയർ ഡെവലപ്മെന്റ്. ആ 3 ടേം ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോ എന്തിനാ അപ്പൊ കരിയർ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ അതിന്റെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്താണ്? ഓക്കെ, ഒന്ന് കരിയർ ഗോൾ സെറ്റ് ചെയ്യാൻ, നമ്മൾ പറഞ്ഞു കൃത്യമായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാൻ, അതുപോലെ നമ്മുടെ സ്കില്ലും നോളജും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കരിയറുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഡിസിഷൻസ്, ഈ ഇൻഫോംഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെയാണ് നമ്മൾ കരിയർ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി കരിയർ ഗൈഡൻസ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ കരിയർ ഓപ്ഷൻസിനെ എക്സ്പ്ലോർ ചെയ്യാൻ, അഥവാ ഒരുപാട് ഓപ്ഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ ഏറ്റവും നല്ലത് ഏതാന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ഐഡന്റിഫൈ ദ കരിയർ ഗോൾ, നമ്മുടെ കരിയർ ഗോള് മനസ്സിലാക്കാനും, അതുപോലെ കരിയർ പ്ലാൻ ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ആ കരിയറിൽ സക്സസ് ആവാനും അതിൽ സാറ്റിസ്ഫൈഡ് ആവാനൊക്കെ നമ്മളെ സഹായിക്കും. അപ്പൊ കരിയർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകും എന്നർത്ഥം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെ നിന്നാണ് നമുക്ക് കരിയറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത്? ഒന്ന്, കരിയർ കൗൺസിലേഴ്സ്, ഒരുപാട് ഈ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കൗൺസിലേഴ്സ് ഒരുപാടുണ്ട്. അവരിൽ നിന്നും കരിയറുമായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. അതുപോലെ ഒരുപാട് ഓൺലൈൻ റിസോഴ്സസ് ഉണ്ട്, ഓൺലൈൻ വെബ്സൈറ്റുകളും മറ്റൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് കരിയറുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ ഒരുപാട് നെറ്റ്വർക്ക്, പ്രൊഫഷണൽ നെറ്റ്വർക്കുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ ടീച്ചിങ്ങിലേക്ക് പോകുമ്പോൾ ടീച്ചിങ് ഫീൽഡിലുള്ള ആളുകളുമായിട്ടൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്യും അല്ലെ, അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കും. അപ്പൊ അങ്ങനെ നെറ്റ്വർക്കുമായി, പ്രൊഫഷണൽ നെറ്റ്വർക്കുമായിട്ട് നമുക്ക് ഡാറ്റാസ് കിട്ടും. അതുപോലെ ജോബ് ഫെയർ, പല ജോബ് ഫെയറുകൾ കണ്ടു അല്ലെ. ഇപ്പോ ജോലി കൊടുക്കുന്ന പല എക്സിബിഷൻസും പല സെമിനാറുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കിട്ടും. അതുപോലെ കരിയർ അസസ്മെന്റുകൾ, അഥവാ ഒരു കരിയറിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. ഇനി കമ്മ്യൂണിക്കേഷൻ, ഇത് മറ്റൊരു ഭാഗമാണ്. ഈ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ചോദ്യമാണ്, എന്താണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്? എനിക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഉണ്ടാകേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് പറയേണ്ടത് നോക്കിയേ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അതൊന്ന് മനസ്സിലാക്കട്ടെ. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, നമ്മുടെ ഐഡിയകൾ എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടുകള്, ഇൻഫർമേഷൻസിനെ എക്സ്ചേഞ്ച് ചെയ്യുക. എവിടുന്ന്? ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഇൻഫർമേഷൻസിനെ, ഫാക്ടിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റി, ഒന്ന് ആക്റ്റീവ് ലിസണിങ് അല്ലെ. നോക്കിയേ, നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ്. എങ്ങനെ കേൾക്കാൻ കഴിയുന്ന ആൾക്കേ സംസാരിക്കാൻ കഴിയുള്ളൂ. അത് ഒരു പോയിന്റ് ആട്ടോ. നന്നായിട്ട് കേൾക്കാൻ കഴിയണം അല്ലെ. നമ്മൾ ഓപ്പോസിറ്റിലെ ആളുകള് അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റുകൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കാനുള്ള കഴിവുണ്ടാവണം. അയാൾക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയുള്ളൂ. അപ്പൊ നല്ലൊരു ലിസണർ ആവണം. അതുപോലെ തന്നെ ക്ലിയർ കൺസൈസ് ലാംഗ്വേജ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവണം. എന്തെങ്കിലും ചുമ്മാ പറഞ്ഞിട്ട് അത് കമ്മ്യൂണിക്കേഷൻ ആവില്ല. ക്ലിയർ ആവണം. അതുപോലെ കൺസൈസ് ലാംഗ്വേജ്, ചുരുക്കിയിട്ട് പറയണം. കുറേ വാരി വലിച്ച് പറയുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലല്ല. പറയുന്നത് ഷോർട്ട് ആക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ പറയണം. അതുപോലെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ വാക്കല്ലാണ്ട് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ആക്ഷൻസ്, ഐ കോണ്ടാക്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതൊക്കെ എവിടെ വേണം? കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവണം അല്ലെ. ഒരാൾ നോക്കിയ ഒരാൾ ഞാൻ പറയാണ്, കൈയും കാലം നനക്കാണ്ട് മുണ്ടാതെ പറഞ്ഞാൽ ആരും അത് കേൾക്കൂല. അപ്പൊ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഒപ്പം തന്നെ എന്തും വേണം? ഈ പറഞ്ഞ ഗസ്റ്റേഴ്സും ആക്ഷൻസും അല്ലെ, മൂവ്മെന്റുകളും ഐ കോണ്ടാക്റ്റും ഒക്കെ ആവശ്യമാണ്. അതും നല്ലൊരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. അതുപോലെ എമ്പതി, ഓൾറെഡി നമ്മൾ പറഞ്ഞു, എമ്പതിയോട് കൂടെ നമ്മൾ സംസാരിക്കണം അല്ലെ. ഒരു പ്രശ്നത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ പ്രശ്നം എനിക്ക് വന്നാൽ എങ്ങനെയായിരിക്കും അല്ലെ, ആ രൂപത്തിൽ നമ്മൾ സംസാരിക്കണം. അതുപോലെ കൃത്യമായിട്ട് ഫീഡ്ബാക്ക് വാങ്ങണം. അപ്പൊ നമ്മൾ ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ നിന്ന് ഫീഡ്ബാക്ക് വാങ്ങണം. അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കാണ് അല്ലെ, എന്റെ സ്റ്റുഡൻസിനോട് സംസാരിക്കാണ്.
അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, നിങ്ങളിന്ന് ഫീഡ്ബാക്ക് വാങ്ങണം. എങ്ങനെയാണ് എന്റെ സംസാരം, എന്താണ് കാര്യങ്ങൾ, ആ ഫീഡ്ബാക്കിലൂടെ എനിക്ക് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത്രയും പോയിന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ, കുറെ ബാരിയേഴ്സ് ഉണ്ട്. ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു, ലാംഗ്വേജിൽ വരുന്ന മാറ്റം, കൾച്ചർ നമ്മൾ പറഞ്ഞു, ഇമോഷണൽ ബാരിയേഴ്സ്, അതാണ് ഞാൻ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഫിസിക്കൽ ബാരിയേഴ്സ്, അഥവാ അതാണ് ഞാൻ പേഴ്സണൽ ബാരിയേഴ്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ. പിന്നെ നോയ്സ് ആൻഡ് ഡിസ്ട്രാക്ഷൻസ്, അപ്പൊ ഞാൻ അങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുക്കാണ്, അതിന്റെ ഇടയിൽ വേറെ ഒരാൾക്കാർ കുറെ സംസാരിക്കാണ്, അല്ലെങ്കിൽ ഒരാൾ വോയിസ് മ്യൂട്ട് ചെയ്യാതെ വെച്ചിട്ടാണ്, അങ്ങനെയൊക്കെ വന്നാൽ നോയിസുകൾ വന്നാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ട് വരും. അപ്പൊ ബാരിയേഴ്സ് ഇമ്പോർട്ടന്റ് ആട്ടോ. അത് പല തവണ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് കോൺഫ്ലിക്റ്റ്. ഈ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, സ്റ്റെപ്സ് ഇൻ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. ഒരു കോൺഫ്ലിക്ട് എന്ന തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, കച്ചറകൾ, ഒരു കച്ചറ വന്നാൽ എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാം, എങ്ങനെ നമുക്കത് പരിഹരിക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്താ അറിയോ, കോൺഫ്ലിക്റ്റ് മനസ്സിലാക്കുക. തർക്കം മനസ്സിലാക്കിയാലല്ലേ അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ്, ഇത് സ്റ്റെപ്പായിട്ട് പഠിക്കാം, 1 2 3 4 അങ്ങനെ സ്റ്റെപ്പായിട്ട് പഠിക്കുക കേട്ടോ. അഥവാ കോൺഫ്ലിക്റ്റിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ രണ്ട് എംപ്ലോയീസ് തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് ആളുകൾ തമ്മിൽ കച്ചറ ഉണ്ടാക്കി വരികയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡ് വൈഫും തമ്മിൽ കച്ചറ നമ്മുടെ അടുത്തേക്ക് വരികയാണ്, നമ്മൾ എന്ത് ചെയ്യണം, ആ കോൺഫ്ലിക്റ്റിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് പെർസ്പെക്റ്റീവ്, കൃത്യമായിട്ട് അതിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും നമുക്ക് ഐഡിയ ഉണ്ടാവണം. പിന്നെ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്, കൃത്യമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ സാധിക്കണം. അതുപോലെ ഫൈൻഡ് കോമൺ ഗ്രൗണ്ട്, കൃത്യമായിട്ട് എന്താണ് അവരുടെ ഇഷ്യൂസ്, രണ്ടുപേരിലും വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദെൻ നെഗോഷിയേറ്റ് റെസൊല്യൂഷൻ, നമ്മുടെ സൊല്യൂഷന് കൃത്യമായിട്ട് നെഗോസിയേറ്റ് ചെയ്യാൻ പറ്റണം. അഥവാ ചിലപ്പോൾ രണ്ടുപേരും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരാളെ അടുത്തേക്ക് തരാൻ പ്രശ്നം, അത് കൃത്യമായിട്ട് നമുക്ക് വാദിക്കാൻ പറ്റണം. അങ്ങനെ ഇംപ്ലിമെന്റ് ദ സൊല്യൂഷൻ, നമ്മുടെ സൊല്യൂഷൻ എന്ത് ചെയ്യണം, അവരുടെ ഇടയിൽ അപ്ലൈ ചെയ്യണം. ഇന്നതാണ് പ്രശ്നം, ഇന്നതാണ് പ്രശ്നം, അപ്പൊ നിങ്ങളാണ് അത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് നമ്മുടെ സൊല്യൂഷന് അവരുടെ ഇടയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഇവാലുവേറ്റ്, സൊല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം പോരാ, ആ ഔട്ട്കം റിസൾട്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വാച്ച് ചെയ്യണം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷന്റെ സ്റ്റെപ്സ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇന്റർവ്യൂ ആൻഡ് ജോബ് സ്കില്ലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ടെക്നിക് ഫോർ ഫേസിങ് ഇന്റർവ്യൂ എങ്ങനെ നമുക്ക് ഒരു ഇന്റർവ്യൂവിനെ വളരെ കോൺഫിഡൻസോട് കൂടെ ഫേസ് ചെയ്യാൻ പറ്റും, അതിനുള്ള പോയിന്റുകൾ. ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് ജനറൽ ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. ഒന്ന്, പ്രിപ്പയർ തറൗലി. നിങ്ങൾ ഏത് ഇന്റർവ്യൂവിന് പോകുമ്പോഴും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക അല്ലെ. ഇപ്പൊ നിങ്ങൾ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് പോവാണ്, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോവാണ്, കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഞാൻ എങ്ങനെയൊക്കെ ആൻസറുകൾ പറയും, കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ പ്രാക്ടീസ് കോമൺ ക്വസ്റ്റ്യൻസ്, സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം അല്ലെ. നമ്മളിങ്ങനെ ഒരു ഇന്റർവ്യൂ ബോർഡിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ മൈൻഡൊക്കെ തളർന്നാകെ ഷൈ ആയിട്ട് പോകരുത്, വളരെ പോസിറ്റീവ് ആയിട്ടായിരിക്കണം നമ്മൾ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഷോക്കേസ് സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ്, നമ്മുടെ സ്കില്ലും എക്സ്പീരിയൻസും കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം അല്ലെ. അത് നമ്മളെ CV അഥവാ റെസ്യൂമെ നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൽ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും. അത് പോരാ, നമ്മൾ ഇന്റർവ്യൂവിൽ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ പറയുമ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അഥവാ നമ്മുടെ സ്കില്ലും എക്സ്പീരിയൻസ് ഒക്കെ വളരെ ഉഷാറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിരിക്കണം. അതുപോലെ ഡെമോൺസ്ട്രേറ്റ് എന്തൂസിയാസം ആൻഡ് ഇൻട്രസ്റ്റ്, നമ്മുടെ ആ ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ താല്പര്യം കൃത്യമായിട്ട് അവിടെ കാണിക്കാൻ പറ്റണം. ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, കാണിക്കാൻ പറ്റണം. ആ ഒരു ഫീൽഡിൽ എനിക്ക് താല്പര്യമാണ്, ആ ജോബ് കിട്ടിയാൽ ഞാൻ വളരെ ഉഷാറായിട്ട് ചെയ്യുമെന്നത് എവിടെ കാണിക്കണം, ഇന്റർവ്യൂവിൽ തന്നെ കാണിക്കാൻ പറ്റണം. അതുപോലെ ആ റെലവന്റ് ക്വസ്റ്റ്യൻസ്, നമ്മൾ ഇനി ഇന്റർവ്യൂ ബോർഡിനോട് അങ്ങോട്ട് ചോദിക്കാണ് അല്ലെ, റെലവന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, കാര്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. വെറുതെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യരുത്, ഉള്ള പണിയും പോവാൻ നിൽക്കരുത്, കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. അതുപോലെ ഫോളോ അപ്പ്, ഇത് നേരത്തെ നമ്മൾ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഫോളോ അപ്പ് ആഫ്റ്റർ ഇന്റർവ്യൂ. ഇന്റർവ്യൂ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലാണെന്നുകൊണ്ട് കിടന്നുറങ്ങിയല്ല ചെയ്യാം അല്ലെ. ഇന്റർവ്യൂ കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവരെ കോൺടാക്ട് ചെയ്യാം, എന്താ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വന്നോ, സ്കോർ ഷീറ്റ് വന്നോ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫോളോ അപ്പ് ചെയ്യാം. അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്ന കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആ ജോലി കിട്ടാൻ സാധ്യത ഉണ്ട് അല്ലെ, അയാൾക്ക് ഇത് ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നും. അപ്പൊ അതിനെ ഫോളോ അപ്പ് ചെയ്യാം. ഇതാണ് ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഇത്രയാണ് 5 മാർക്കിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ. ഇനി നമ്മുടെ എസ്സേക്ക് വരുന്ന ചോദ്യം വീണ്ടും ഞാൻ പറയാണ്, 10 മാർക്കിന്റെ ചോദ്യമാണ് എസ്സേക്കുള്ളത്. അതിൽ 2 ചോദ്യം ഉണ്ടാവും, 1 മാത്രമേ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. 2ഉം അറ്റൻഡ് ചെയ്ത് വെറുതെ സമയം കളയരുത്, 1 അറ്റൻഡ് ചെയ്യുക. അത് നന്നായിട്ട് എഴുതാൻ നോക്കുക, 2 പേജെങ്കിലും മിനിമം എഴുതിയിരിക്കണം. ഓക്കെ, അപ്പൊ അതിൽ അത്രയും വിശദീകരിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൽ ഒന്നാമത്തെ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഡിഫൈൻ ലൈഫ് സ്കിൽ ആൻഡ് എലാബറേറ്റ് ദ കോർ ലൈഫ് സ്കില്ലുകൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്.
ലൈഫ് സ്കിൽ എന്താണ്, അതിന്റെ എലമെന്റ്സുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ കോർ ലൈഫ് സ്കില്ലുകൾ ഏതൊക്കെയാണ്. അപ്പൊ ലൈഫ് സ്കിൽ നമുക്കറിയാം. നോക്കിയേ, ലൈഫ് സ്കിൽ ആർ ദ എബിലിറ്റി ദാറ്റ് ഹെൽപ്പ് ഇൻഡിവിജ്വൽ നാവിഗേറ്റ് ലൈഫ് ചലഞ്ചസ് ആൻഡ് അച്ചീവ് പേഴ്സണൽ ഗ്രോത്ത്. നമ്മുടെ ഒരു വ്യക്തിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ചലഞ്ചസ് നെഗറ്റീവ്സിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ആ കഴിവിനെ, എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ലൈഫ് സ്കില്ല്. അതിൽ വരുന്ന കാര്യങ്ങൾ ഇത് ജസ്റ്റ് 10 മാർക്ക് ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരട്ടോ, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയണം. സെൽഫ് അവയർനെസ്, എമ്പതി, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതിൽ ചിലതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റീവ് തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ, ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇന്റർ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം കേട്ടോ, അല്ലെ, രണ്ടാളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. പിന്നെ കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, സ്ട്രെസ്സിനെ കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുക. കോപ്പിംഗ് വിത്ത് ഇമോഷൻസിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഇതൊക്കെയാണ് ലൈഫ് സ്കില്ലിന്റെ കോർ ലൈഫ് സ്കില്ലായിട്ട് പറയുന്നത് കേട്ടോ. അതൊരു 10 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. രണ്ടാമത്തെ ഒരു ചോദ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും വിശദീകരിക്കുന്നില്ല. എക്സ്പ്ലെയിൻ കോർ ലൈഫ് സ്കിൽ, ഡിസ്കസ് 10 കോർ സ്കിൽ ലേഡ് ഓൺ WHO പറഞ്ഞുള്ള ആ 10 കോർ ലൈഫ് സ്കില്ലുകൾ അല്ലെ, അത് ഇമ്പോർട്ടന്റ് ആണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അടുത്തത് ഇവാലുവേറ്റ് ദ ലൈഫ് സ്കിൽ നീഡഡ് ഫോർ സെൽഫ് മാനേജ്മെന്റ്. സെൽഫ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ലൈഫ് സ്കില്ലുകൾ ഏതൊക്കെയാണ്, നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലൈഫ് സ്കില്ലുകൾ ഏതൊക്കെയാണ്. അതില് സെൽഫ് അവയർനെസ്, ഈ സെൽഫ് അവയർനെസ് എല്ലാത്തിനും വരുന്നതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കാം. സെൽഫ് റെഗുലേഷൻ, ഗോൾ സെറ്റിംഗ്, ടൈം മാനേജ്മെന്റ്, പ്രയോറിറ്റൈസേഷൻ, സ്ട്രെസ് മാനേജ്മെന്റ്, ഇമോഷണൽ റെഗുലേഷൻ, സെൽഫ് മോട്ടിവേഷൻ, സെൽഫ് കോൺഫിഡൻസ്, റെസിലിയൻസ്. ഇതൊക്കെ പറയണമെന്നൊന്നുമില്ല, പക്ഷെ ഇതിൽ പറ്റുന്നിടത്തോളം നിങ്ങൾ ഈ പോയിന്റുകൾ ആഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. 10 മാർക്കിന് ഒരു 10 പോയിന്റ് എങ്കിലും ആഡ് ചെയ്താൽ ഏറ്റവും നന്നായിരിക്കും കേട്ടോ അത്. ഓക്കെ, അടുത്തത് മറ്റൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഡിസ്കസ് ഇമ്പോർട്ടൻസ് ഓഫ് തിങ്കിങ് സ്കിൽ ആൻഡ് എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് തിങ്കിങ് സ്കിൽ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ. തിങ്കിങ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, എസെൻഷ്യൽ ഫോർ പ്രോബ്ലം സോൾവ്, ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കില്ലിനെയാണ് തിങ്കിങ് സ്കിൽ എന്ന് പറയാ. അപ്പൊ അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡിസിഷൻ മേക്കിംഗ്, പേഴ്സണൽ ഗ്രോത്ത്, അതൊക്കെയാണ്. ഇനി അതിന്റെ ടൈപ്സ് നോക്കിയേ, അതിൽ ചിലതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, അതുപോലെ അനലിറ്റിക്കൽ തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ്, റിഫ്ലക്റ്റീവ് തിങ്കിങ്. ഓക്കെ, ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, അഥവാ ആ കാര്യത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് നമ്മൾ വിഷയം പറയാ. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് വെറൈറ്റി ആയിട്ട് ചിന്തിക്കുക. അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ അനലൈസ് ചെയ്യുക, അതിന് കൃത്യമായിട്ട് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ഡീൽ ചെയ്യുക. ലോജിക്കൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ലോജിക്കലി ഒരു കാര്യത്തെ ആലോചിക്കുക, അല്ല, അഥവാ പ്രാക്ടിക്കലി എന്നൊക്കെ പറയും, നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക. പിന്നെ റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞാല് അഥവാ ഇവാലുവേറ്റിംഗ് ഓൺ തോട്ട്സ് പ്രോസസ്, നമ്മുടെ സ്വന്തമായിട്ടുള്ള തോട്ട്സുകളെ, കാര്യങ്ങളെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. നമ്മളെ തന്നെ ചെയ്യുന്നതിനെയാണ് റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്ന് അറിയാം കേട്ടോ. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് എക്സ്പ്ലെയിൻ കരിയർ പ്ലാനിങ്, അതുപോലെ ഡിസ്കസ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കരിയർ ഗൈഡൻസ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, കരിയർ പ്ലാനിങ് എന്താന്നുള്ളതും അതുപോലെ അതിന്റെ ഇമ്പോർട്ടൻസും അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. കരിയർ പ്ലാനിങ്ങിൽ ഇതൊക്കെ വരുന്നുണ്ട്. കരിയർ ഗോൾസ് ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ കരിയർ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുക, കരിയർ പ്ലാൻ ഉണ്ടാക്കുക, സ്കില്ല് നോളജ് ഉണ്ടാക്കുക, അതുപോലെ നല്ല നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞു അല്ലെ, അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക, നല്ല റിലേഷൻസ് ഉണ്ടാക്കുക. പിന്നെ കരിയർ ഗൈഡൻസിൽ വരുന്ന കാര്യങ്ങൾ, കരിയർ ഓപ്ഷൻസ്, അതുപോലെ കരിയർ ഗോൾസ് ഐഡന്റിഫൈ ചെയ്യുക, കരിയർ പ്ലാനുകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഡിസിഷൻസ് ചെയ്യുക, അതുപോലെ നല്ല കരിയർ സക്സസ്, അതുപോലെ സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തിച്ചേരുക. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ അബൌട്ട് ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കരിയർ ഗൈഡൻസ് ആൻഡ് കരിയർ ഗൈഡൻസ് സെന്ററുകൾ. അതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. കരിയർ ഗൈഡൻസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കരിയർ കൗൺസിലിംഗ്, കരിയർ അസസ്മെന്റ്, ജോബ് സെർച്ച്, റെസ്യൂമെ നമ്മൾ പറഞ്ഞു അല്ലെ, അത് ഉണ്ടാക്കുന്നത്, അതുപോലെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി കരിയർ ഗൈഡൻസ് എന്തിനാണ് നമ്മൾ നോക്കുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് അതും ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ഡിസ്ക്രൈബ് ദ മെയിൻ സ്റ്റെപ്സ് ആൻഡ് സ്റ്റേജസ് ഇൻവോൾവ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. ഇത് നമ്മൾ 5 മാർക്കിന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒരു കോൺഫ്ലിക്റ്റ് പരിഹരിക്കാനുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണ്, അത് എസ്സേക്കും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ എഫക്റ്റീവ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, കോൺഫ്ലിക്ട് ഇല്ലാതിരിക്കാൻ, തർക്കങ്ങൾ ഇല്ലാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് ആക്റ്റീവ് ലിസണിങ്, ഏറ്റവും നന്നായിട്ട് നമ്മൾ കാര്യത്തെ കുറിച്ച് ശ്രദ്ധിക്കുക, എമ്പതി ഉണ്ടാവുക, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, ഓപ്പൺ മൈൻഡ്സ് അല്ലെ, ഒന്നും മറച്ചു വെക്കാണ്ട് ഒക്കെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു സ്റ്റൈൽ ഉണ്ടാവുക, അതുപോലെ ക്രിയേറ്റിവിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, നന്നായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ഒരു കാര്യത്തെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മളെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഏകദേശം 1 മണിക്കൂറിന്റെ സെഷനാണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ഫോക്കസ് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ അത്യാവശ്യം നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ.
ഓക്കെ. അപ്പൊ എല്ലാവരോടും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്കോട് കൂടി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു ഓൾ.